السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبد الله ورسوله، أرسله إلى كافة الناس بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. صلوات ربي وسلامه عليه وعلى آله الطيبين الطاهرين وأصحابه الغر الميامين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون. كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: إن الدنيا حلوة خضرة وإن الله تعالى مستخلفكم فيها فينظر كيف تعملون، فاتقوا الدنيا واتقوا النساء. صدق رسول الله صلى الله عليه وسلم. ولو كانت الدنيا بقاء لساكنين لكان رسول الله فيها مخلدا، وما أحد ينجو من الموت سالما، وسهم المنايا قد أصاب محمدا. जिंदगी एक किराए का घर है, एक न एक दिन बदलना पड़ेगा। मौत जब तुझे को आवाज देगी, घर से बाहर निकलना पड़ेगा। वअलमू उम्मत सയ്യിദിനാ മുഹമ്മദ്. വേദിയിൽ ഉപവിഷ്ടരായ മൽജയിൻ്റെ ബഹുമാന്യരായ മുദരിസുമാർ, ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട സയ്യിദുന മൽജഅ തങ്ങളെ സ്വലാത്തിൻ്റെ മജ്ലിസും ഭക്തി നിർഭരമായ ദുആവും പ്രതീക്ഷിച്ച് എവിടേക്കെത്തിയ മുഅ്മിനുകൾ, വിനീതൻ്റെ ശബ്ദം ഓൺലൈനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളായ സത്യവിശ്വാസികൾ, അള്ളാഹു ഞങ്ങളെ ഈ മജ്ലിസ് അവൻ്റെ അരികിൽ പരിപൂർണമായി കബൂൽ ചെയ്തനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ റിഫായി ഷെയ്ഖിനെ കുറിച്ച് ചെറുതല്ലാത്ത രീതിയിൽ ബഹുമാനപ്പെട്ടവരുടെ ജീവിതം ഞങ്ങളെ മുമ്പിൽ വെച്ചു. ഔലിയാക്കൾ, അവരെ കറാമത്തുകൾ പലതും ഞങ്ങൾ കേട്ടവരാണ്, പഠിച്ചവരാണ്, കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പഠിക്കാൻ നല്ല മോഹവും
അതിനോടുള്ള ആശയും ഞങ്ങൾ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഉദിക്കാറുമുണ്ട്. പക്ഷേ ആ ഔലിയാക്കളെ കറാമത്തുകൾ മാത്രം പറയലല്ല ഔലിയാക്കളെ അനുസ്മരണം എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ പറഞ്ഞതുപോലെ ആ മഹാന്മാരെ ജീവിത ശൈലികൾ ഞങ്ങളെ ജീവിതത്തിൽ പകർത്തിയെടുക്കലാണ് ഔലിയാക്കളെ അനുസ്മരണത്തിൻ്റെ ഒരു ഭാഗം. ദിക്റു സ്സാലിഹീന കഫാറ വദിക്റുൽ അംബിയാ ഇബാദ ഔ കമാ ഖാൽ. അംബിയാക്കളെ കുറിച്ച് പറയൽ അത് ഇബാദത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഔലിയാക്കളെ കുറിച്ച് പറയൽ ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, ഞങ്ങളെ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞും സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഔലിയാക്കളെ അനുസ്മരണ മജ്ലിസുകൾ കാരണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. ഔലിയാക്കൾ അവർ ഈ ദുനിയാവിന് യാതൊരു നിലക്കും ഒരു ചില്ലിക്കാശിൻ്റെ വില പോലും കൽപ്പിക്കാതെയാണ് അവർ ജീവിച്ചത്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖിനെ അനുസ്മരിക്കുന്ന മാസമാണല്ലോ ഇത്. ബഹുമാനപ്പെട്ടവരെ ചരിത്രങ്ങളിൽ മഹാന്മാർ പറയുന്ന ഒരു വിഷയമുണ്ട്. മഹാനവരുകളെ കാലഘട്ടത്തൊരാൾ റിഫായി ശൈഖിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതി ബഹുമാനപ്പെട്ടവരെ ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തുവിടും. എന്താണ് ആ കുറിപ്പിലുള്ളത്? ബഹുമാനപ്പെട്ട റിഫായി ശൈഖിനെ തെറി പറയുന്ന, ബഹുമാനപ്പെട്ടവരെ ആക്ഷേപിച്ച, ബഹുമാനപ്പെട്ട കരിവാരിത്തേച്ച, ബഹുമാനപ്പെട്ടവരെ നിന്ദനാക്കിയ, ചെറുതായി കാണിച്ച വാക്കുകളാണ് ആ കുറിപ്പിൽ, ആ ലെറ്ററിൽ ബഹുമാനപ്പെട്ട റിഫായി ശൈഖിന്റെ കയ്യിലേക്ക് ഈ മനുഷ്യൻ കൊടുത്തുവിടുന്നത്. ആ മനുഷ്യൻ കൊടുത്തുവിടുക എന്ന് മാത്രമല്ല, ഒട്ടനേകം ശിഷ്യന്മാരോട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളെ കയ്യിൽ കുറിപ്പ് കൊടുത്ത് പറയും, ഇത് കൊണ്ടുപോയി അഹ്മദുൽ കബീറിൻ്റെ സദസ്സിൽ നിന്ന് ഇത് നിങ്ങളൊന്ന് വായിച്ച് അവരെ മുമ്പിൽ കേൾപ്പിക്കണമെന്ന് പറയും. അങ്ങനെ ദിവസേന നടക്കുന്ന സംഭവമാണ്. റിഫായി ശൈഖ് ചെയ്യുന്നത് എന്താണ്? ഈ തെറിപ്പത്രം, അതായത് ബഹുമാനപ്പെട്ടവരെ ചീത്ത വിളിച്ച് ആക്ഷേപിച്ച് ബഹുമാനപ്പെട്ടവരെ നിന്ദയോടുകൂടിയുള്ള വർത്തമാനം പറഞ്ഞ് എഴുതി അയച്ച ഈ പത്രം കിട്ടിയ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് ചെയ്യുന്നത് എന്താണ്? തിരിച്ച് ഈ കത്ത് കൊടുത്തു വിട്ട ആൾക്ക് ഒരു കൊട്ട നിറയെ കാരക്ക, ഒരു കൊട്ട നിറയെ ഈത്തപ്പഴമാണ് ബഹുമാനപ്പെട്ടവർ കൊടുക്കുന്നത്. ഒരു കൊട്ട നിറയെ ഈത്തപ്പഴം കൊടുക്കുന്നു. പിറ്റേ ദിവസവും ഇയാൾ ഈ പ്രവണത തന്നെ, ഈ പ്രവർത്തനം തന്നെ ആവർത്തിച്ചു. പിറ്റേ ദിവസവും ബഹുമാനപ്പെട്ടവർ ആ കൊട്ട നിറയെ ഈത്തപ്പഴം കൊടുത്തുവിടുന്നു. മൂന്നാമത്തെ ദിവസവും ആക്ഷേപിച്ചു. ആ ആക്ഷേപിച്ചപ്പോഴും തെറി പറഞ്ഞപ്പോഴും ചീത്ത വിളിച്ചപ്പോഴും ആ കത്തിന് പകരം ഒരു കൊട്ട ഈത്തപ്പഴമാണ് ബഹുമാനപ്പെട്ടവർ കൊടുത്തുവിടുന്നത്. അവസാനം ഇയാൾ എപ്പോഴും ഇത് എഴുതി അയക്കുകയും തിരിച്ചൊരു കൊട്ട ഈത്തപ്പഴം കിട്ടുകയും ചെയ്തപ്പോൾ ഈ തെറി പറയുന്ന, തെറി എഴുതി അയക്കുന്ന, ചീത്ത പറയുന്ന, ചീത്ത എഴുതി വിടുന്ന ആൾക്കൊരു മനസ്സിനൊരു മാറ്റമുണ്ടായി. എന്താണ് ഇതിന് കാരണമെന്ന് പരിശോധിക്കണം. ഞാൻ ദിനേനെ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ചീത്ത പറഞ്ഞും ആക്ഷേപിച്ചും ഓരോ ദിവസം കത്തയക്കുന്ന സമയത്ത് തിരിച്ചെനിക്ക് കിട്ടുന്നത് ഒരു കൊട്ട നിറയെ ഈത്തപ്പഴമാണല്ലോ. എന്താണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കണം എന്ന നിറഞ്ഞ മനസ്സോടുകൂടെ ഒരു മാനസാന്തരം സംഭവിച്ച് അയാൾ ബഹുമാനപ്പെട്ട റിഫായി ശൈഖിന്റെ ഹളറത്തിലേക്ക് ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ടവരെ മുമ്പിൽ പോയി ചോദിക്കുന്നു, ഞാൻ ദിവസവും നിങ്ങളെ ആക്ഷേപിച്ചും തെറി വിളിച്ചും ചീത്ത പറഞ്ഞും നിങ്ങളെ വേണ്ടാത്തത് പലതും പറഞ്ഞും നിങ്ങളെ ശിഷ്യന്റെ കയ്യിൽ ഒരു കത്ത് ഞാൻ കൊടുത്തുവിടും. ആ കത്ത് നിങ്ങളെ മുമ്പിൽ നിന്ന് വായിക്കുമ്പോൾ ആ കത്തിന് പകരം ഒരു കൊട്ട ഈത്തപ്പഴമാണ് നിങ്ങൾ അയക്കുന്നത്. ഇത് 1-2 ദിവസമല്ലല്ലോ, എത്രയോ ദിവസം ഞാൻ കത്തയക്കും, തിരിച്ചൊരു കൊട്ട ഈത്തപ്പഴം വരും. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റിഫായി ശൈഖിന്റെ മറുപടിയാണ് രസകരം. നീ എന്നെ തെറി പറയുന്ന സമയത്ത് നീ നിന്ന് നിസ്കരിച്ച സുബ്ഹി എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്.
നീ എന്നെ ആക്ഷേപിച്ച സമയത്ത് നീ എന്നെ നിസ്കരിച്ച തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന്റെ കൂലി എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. നീ ളുഹറും അസ്റും മഗ്രിബും ഇശാഉം ജമാഅത്തോടെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫർളിന്റെ കൂലിയും അതുപോലെ ആ ജമാഅത്തിന്റെ കൂലിയും എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിനക്ക് ഒരു കൊട്ട ഈത്തപ്പഴം പോരാ, എൻ്റെ അരികിലുള്ളത് ഇത് മാത്രമാണ്, അല്ലെങ്കിൽ ഇതിനേക്കാൾ അധികം ഞാൻ നിനക്ക് സ്വതക്ക ചെയ്തേനെ എന്ന് ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് പറയുമ്പോൾ, മുഅ്മിനീങ്ങളെ, ഇതാണ് ഔലിയാക്കൾ. ഈ സ്വഭാവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പകർത്തിയെടുക്കേണ്ടത്. ആ സ്വഭാവങ്ങൾ പകർത്തിയെടുക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖിനെ, ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖിനെ, അതുപോലത്തെ വലിയ വലിയ ഔലിയാക്കന്മാരെ, അതുപോലത്തെ വലിയ വലിയ മഹാന്മാരെ നന്നായി സ്നേഹിച്ചവനാവുകയുള്ളൂ, നന്നായി പ്രേമിച്ചവനാവുകയുള്ളൂ. അവരെ പിന്തുടരലാണ്. അവരെ നന്നായി അവർ പഠിപ്പിച്ച രൂപരേഖ, അവർ പഠിപ്പിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി അത് പിന്തുടരലാണ് ഔലിയാക്കളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗം. അല്ലാഹു തആല അങ്ങനെ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിന് ഒരു ചില്ലിക്കാശിന്റെ വില പോലും കൽപ്പിക്കാതെയാണ് മഹാന്മാരവരെ ജീവിതം ധന്യമാക്കിയത്. അങ്ങനെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് മരിച്ചുപോയ റിഫാഇ ശൈഖിനെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയുള്ള ബഹുമാനപ്പെട്ടവരെ മൽജയിൽ വെച്ച് ഞങ്ങൾ അനുസ്മരിക്കുന്നത്. അങ്ങനെ പല നാടുകളിൽ വെച്ച് ബഹുമാനപ്പെട്ടവരെ പേരിൽ റാത്തീബ് നടത്തുന്നത്, ബഹുമാനപ്പെട്ടവരെ പേരിൽ വലിയ വലിയ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നത് അവരെ ജീവിത വിശുദ്ധിയിലൂടെ അവർ നേടിയെടുത്ത ആ ആത്മീയ ചൈതന്യത്തിന്റെ റിസൾട്ടാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. എന്താണ് ദുനിയാവ്? ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അവൻക്ക് നല്ല ലക്ഷ്യങ്ങൾ വേണം. ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഗോൾ, എയിം വേണം. ഞാൻ ഇന്നാളിന്ന സ്ഥലത്തേക്ക് പോകണം, എൻ്റെ മടക്കയാത്ര അത് സുനിശ്ചിതമാണ്, അത് ഉറപ്പാണ്, നിർബന്ധമാണ്. ഞാൻ ഈ ദുനിയാവിൽ വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന ബോധത്തോടു കൂടെ ഞാൻ മടങ്ങേണ്ടത് റബ്ബിലേക്കാണ് എന്ന ബോധത്തോടു കൂടെ ജീവിക്കണം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ബെൽത്തങ്കടിയിലൂടെ മംഗലാപുരത്തേക്ക് പോകണം. ഒരാൾക്ക് മംഗലാപുരത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അയാൾ ചാർമാടിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ ഒരിക്കലും അയാൾ മംഗലാപുരത്തേക്ക് എത്തുകയില്ല. എന്ന് മാത്രമല്ല, ഞങ്ങളെല്ലാവരും അയാളെക്കുറിച്ച് പറയൽ ശുദ്ധമണ്ഡനാണ്. ശുദ്ധമണ്ഡൻ എന്ന് മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ. കാരണം മംഗലാപുരത്തേക്ക് പോകൽ ആവശ്യമായ ഒരാൾ ചാർമാടിയിലേക്ക് പോകുന്ന ബസ് കയറിയാൽ അയാളല്ലാതെ വേറെ ആളാണ് 2025 ഏറ്റവും വലിയ മണ്ഡനായി ഞങ്ങൾ പറയപ്പെടുക. മുഅ്മിനീങ്ങളെ, അങ്ങനെയാണ് ദുനിയാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ഒട്ടനേകം കാര്യങ്ങൾ ഇങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ആ ജീവിത ലക്ഷ്യങ്ങൾ, ആ ജീവിതം നല്ല സുമധുരമായി ദീനീ കാഴ്ചപ്പാടിൽ നടത്താനുള്ള മാർഗങ്ങൾ, രൂപരേഖകൾ, എങ്ങനെ ജീവിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വഹ്യ് മുഖേന ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിക്കാനുണ്ട്, അതാണ് ഈ ദുനിയാവ്. ദുനിയാവിൽ എപ്പോഴും ഞങ്ങളെ മനസ്സിലേക്ക് വരേണ്ട, ഞങ്ങളെ ചിന്താമണ്ഡലങ്ങളെ കറക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു വാക്കുണ്ട്: എനിക്ക് മരിക്കാനുണ്ട്, എനിക്ക് മരിക്കാനുണ്ട്, എനിക്ക് മരിക്കാനുണ്ട് എന്ന് ഇടയ്ക്കിടെ അത് അടിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളെ മനസ്സിലേക്ക് ആ വാക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതാണ് ദുനിയാവിൻ്റെ ആകത്തുക. അങ്ങനെ ഒരു മനുഷ്യന്റെ മരണമടുത്താൽ എന്താണ് ആ വിഷയം? പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു: വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരാളെ മരണമടുത്താൽ, ഒരാളെ മരണം അടുത്ത് അസ്റായിൽ വന്ന് റൂഹ് പിടിക്കാൻ ഒരുങ്ങിയാൽ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു ശരീരത്തെയും ഒരു മനുഷ്യനെയും ഒരാളെയും അല്ലാഹു തആല ഒരു സമയത്തേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ യാതൊരു നിലക്കും പിന്നോട്ടടിക്കുന്ന പ്രശ്നം തന്നെ അവിടെ ഉദിക്കുന്നില്ല. എനിക്കൊരു ദിവസം തരാമോ, അല്ലെങ്കിൽ ഒരു ആഴ്ച തരാമോ, അല്ലെങ്കിൽ ഒരു മാസം തരാമോ, അല്ലെങ്കിൽ ഒരു കൊല്ലം തരാമോ? ഒരു മിനിറ്റ് പോലും മുഅ്മിനീങ്ങളെ അസ്റായീൽ വന്ന് റൂഹ് പിടിക്കാൻ
ഒരുങ്ങിയാൽ ഞങ്ങളെ മരണം പിന്നോട്ട് പോകുന്ന പ്രശ്നം തന്നെയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നോക്കൂ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ എൻ്റെ തോളിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ഒരിക്കൽ പറയുകയാണ്, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഓ അബ്ദുല്ലാഹ് മോനെ, സ്നേഹത്തോടെ ഒരു ചങ്ങായി ഉപദേശിക്കുകയാണ് മുത്ത് റസൂലുള്ളാഹി. ഒരു ചങ്ങാതിയെ ഉപദേശിക്കുന്ന രീതിയിൽ ഹബീബായ തങ്ങൾ ഉപദേശിക്കുകയാണ്. എന്താണ് പറയുന്നത്? അബ്ദുല്ലാഹ്, ഈ ദുനിയാവിൽ നീ ജീവിക്കുന്ന സമയത്ത് കഅന്നക ഗരീബ്, ഒരു വിദേശിയെ പോലെ നീ ജീവിക്കണം. ഞങ്ങൾ നോക്കിക്കോ മുഅ്മിനീങ്ങളെ, ഒരാൾ ഗൾഫ് യാത്ര, പ്രവാസ യാത്ര നയിച്ച ഒരാൾ പ്രവാസിയായി ജീവിക്കുന്ന സമയത്ത് അവന് രാവും പകലും വ്യത്യാസമില്ലാതെ ചോര നീരാക്കി പണിയെടുക്കുന്നു. അവന് വെയിൽ പ്രശ്നമില്ല, തണുപ്പ് പ്രശ്നമില്ല, ചൂടും മറ്റും ഒന്നും പ്രശ്നമില്ലാതെ അവൻ നന്നായി പണിയെടുക്കുന്ന സമയത്ത് പോലും, അവൻ ഇവിടുന്ന് പോകുന്ന സമയത്തും അവന്റെ മനസ്സിലുള്ളത് എന്താണ്? എനിക്കെന്റെ നാട്ടിലേക്ക് മടങ്ങണോ, എന്റെ വാപ്പ എന്നെ കാത്തിരിക്കുന്നുണ്ട്, എന്റെ ഉമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ട്, എന്റെ ഭാര്യ എന്നെ കാത്തിരിക്കുന്നുണ്ട്, എന്റെ മക്കൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങാടിത്തെരുവുകളിൽ എന്റെ ചങ്ങാതിമാരോട് സ്വറ പറയാനുള്ള സമയങ്ങൾ എനിക്ക് വേണം എന്നാണ് അവന് ആ വിദേശത്തിലിരിക്കുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ അവന് കരുതുന്നത്. മുഅ്മിനീങ്ങളെ, ഞങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വിദേശിയെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ, ഒരു വിദേശിയെ പോലെ ദുനിയാവ് ഞങ്ങളെ വീടാക്കി മാറ്റിയാൽ ഞങ്ങൾ മനസ്സിലെപ്പോഴും ഉള്ളത് എന്താണ്? ആഖിറമാകുന്ന ശാശ്വതമായ ശാശ്വതമായ ലോകം ഞങ്ങൾക്ക് വരാനുണ്ടെന്ന ബോധം എപ്പോഴും ഞങ്ങളെ മനസ്സിലുണ്ടാകും. ഈ ഹദീസ് കേട്ട സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ അംസൈത ഫലാ തന്തദിരി സ്വബാഹ്, നീ വൈകുന്നേരമാകുമ്പോൾ സുബീഹാകുന്നത് വരെ നീ കാത്തിരിക്കരുത്. അതായത് വൈകുന്നേരം ചെയ്യേണ്ട അമലുകൾ, വൈകുന്നേരം ചെയ്യേണ്ട കർമ്മങ്ങൾ, വൈകുന്നേരം ചെയ്യേണ്ട നല്ല സുഹൃതങ്ങൾ, വൈകുന്നേരം ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ, അത് വൈകുന്നേരം തന്നെ ചെയ്തു തീർക്കണം. ഫലാ തന്തദിരി സ്വബാഹ്, നീ സുബഹിയാകുന്നതിനെ കാത്തു നിൽക്കരുത്, സുബഹിയാകുന്നത് വരെ നീ കാത്തു നിൽക്കരുത്. ഇപ്പോൾ ഒരു ഖുർആൻ ഓതാൻ നീ മനസ്സ് വെച്ചാൽ, നീ ഇപ്പോൾ ഒരു യാസീൻ ഓതാൻ മനസ്സ് വെച്ചാൽ, സൂറത്തുൽ വാഖിഅ നിന്റെ മനസ്സിനിങ്ങനെ ഉദിച്ചു വന്നാൽ, സബാറക നിന്റെ മനസ്സിനിങ്ങനെ ഉദിച്ചു വന്നാൽ, സബഉൽ മുൻജിയാത്തുകൾ നിന്റെ മനസ്സിനിങ്ങനെ ഉദിച്ചു വന്നാൽ, അപ്പോൾ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങി നിന്റെ ഓത്ത് തുടങ്ങിക്കോളണം. ഫലാ തംതദിരി സ്വബാഹ്, സുബ്ഹിയാവട്ടെ എന്ന് കാത്തിരിക്കരുത്. വഇദാ അസ്ബഹത ഫലാ തംതദിരിൽ മസാ, സുബ്ഹിയായാൽ നീ ഒരിക്കലും വൈകുന്നേരമാവട്ടെ എന്ന് കാത്തിരിക്കരുത്. സുബ്ഹിക്ക് ഓതേണ്ടത് സുബ്ഹിക്ക് തന്നെ ഓതണോ, സുബ്ഹിക്ക് ചെയ്യേണ്ട അമലുകൾ സുബ്ഹിക്ക് തന്നെ ചെയ്യണോ, സുബ്ഹിക്ക് ചെയ്യേണ്ട സുഹൃതങ്ങൾ സുബ്ഹിക്ക് തന്നെ ചെയ്തു തീർക്കണം. ഫലാ തംതദിരിൽ മസാ, അസുറിന്റെ സമയമാകട്ടെ വൈകുന്നേരമാകട്ടെ എന്നൊരിക്കലും വിചാരിച്ചിരിക്കരുതെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ട സമയത്ത് പറയുകയാണ്. പിന്നീട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഖുദ് മിൻ സിഹ്ഹതിക ലിമർദിക, മോനെ നിനക്ക് നല്ല ആവേശകരമായ നല്ല ആരോഗ്യത്തിന്റെ സമയം വന്നാൽ, നിനക്ക് രോഗം വരുന്ന സമയത്തിലേക്ക് ആ സമയം നീ ചെലവാക്കി വെക്കണം. അതായത് ആരോഗ്യമുള്ള സമയത്ത് നീ ഇബാദത്തുകൾ ചെയ്തു കൊള്ളണം. ആരോഗ്യമുള്ള സമയത്ത് നീ നന്നായി ഇബാദത്തുകൾ ചെയ്തു കൊള്ളണം. വമിൻ ഹയാതിക ലിമൗതിക, നിന്റെ ജീവിതകാലം മുഴുവനും മരണത്തിലേക്ക് ഒരുങ്ങാൻ പറ്റിയ അമലുകൾ ചെയ്ത് നീ ഒരുങ്ങണമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. എങ്ങനെയാണത് ചെയ്യേണ്ടത്? മരണത്തെ ഇടയ്ക്കിടെ ഓർത്തുകൊണ്ടിരിക്കണം. തഖ്വയിലായി ഞങ്ങളെ ജീവിതം അധിഷ്ഠിതമാകണം. കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, തസവ്വദ് മിനദ് ദുനിയാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി.
നീ ദുനിയാവിൽ തഖ്വ ചെയ്ത് ജീവിക്കണോ? എന്താണ് തഖ്വ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യണോ? വജ്തിനാബു നവാഹിഹി. അല്ലാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യരുതേ. അല്ലാഹു 5 വക്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് 5 വക്ത് സമയം തെറ്റാതെ നിസ്കരിച്ചു കൊള്ളണോ? നിനക്ക് ഒരു വർഷമായി നിന്റെ കച്ചവടത്തിന്റെ സക്കാത്ത്, അല്ലെങ്കിൽ നിന്റെ സ്വർണത്തിന്റെ സക്കാത്ത്, അല്ലെങ്കിൽ നിന്റെ വെള്ളിയുടെ സക്കാത്ത്, അതുപോലത്തെ സക്കാത്തുകൾ കണക്കെത്തിയാൽ കൊടുക്കേണ്ട അവകാശികളിലേക്ക് നീ കൊടുത്തു വീട്ടണം എന്ന് മാത്രമല്ല, വർഷമായാൽ നിന്റെ കയ്യിൽ നല്ല ഹജ്ജിന് പോകേണ്ട പണം നിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്, എല്ലാ ക്വാളിഫിക്കേഷനും ഓക്കെയാണെങ്കിൽ പ്രായപൂർത്തിയായതിന് ശേഷം നീ ഹജ്ജിന് പോയി കൊള്ളണം. ഇതാണ് തഖ്വ. കള്ളു കുടിക്കരുത് പറഞ്ഞു, ചെയ്യരുത്, ഇതാണ് തഖ്വ. കക്കരുതെന്ന് പറഞ്ഞു, ചെയ്യരുത്, ഇതാണ് തഖ്വ. കളവ് പറയരുതെന്ന് പറഞ്ഞു, ചെയ്യരുത്, അതാണ് തഖ്വ. ആ തഖ്വയിലായി ജീവിക്കണോ? കാരണം ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. എന്റെ സദസ്സിലിരിക്കുന്ന ഓരോ മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ കഴിഞ്ഞ്, ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ദിക്റിന്റെ ഹൽഖയും കഴിഞ്ഞ്, ബഹുമാനപ്പെട്ടവരെ ഭക്തി നിർഭരമായ ദുആഇന്റെ മജ്ലിസും കഴിഞ്ഞ്, തബറുക്കും വാങ്ങി വീട്ടിലേക്ക് പോയാൽ ഭാര്യയോടൊപ്പം സുഖിച്ച് കിടന്നതാണ്, അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം രസിച്ചതാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തതാണ്. സുബ്ഹിക്ക് വരെ നീ ജീവിച്ചിരിപ്പുണ്ടാകുമോ? സുബ്ഹി വരെ നിന്റെ ഹയാത്ത് ഉണ്ടാകുമോ എന്ന് നിനക്കറിയില്ല. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എത്ര ന്യൂസുകളാണ്, വാർത്തകളാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി ഉറങ്ങിയതാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, രാവിലെ വിളിക്കുമ്പോൾ ആൾ എഴുന്നേൽക്കുന്നില്ല. എത്ര വാർത്തകളാണ് ഞാനും നിങ്ങളും കേൾക്കുന്നത് മുഅ്മിനീങ്ങളെ. പിന്നീട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഖഫകം മിൻ ഫതാ അസ്ബാ വഖം മിൻ ഫതാ അംസാ വഅസ്ബഹ ളാഹികാ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്ര ചെറുപ്പക്കാരാണ് അവരിങ്ങനെ ചിരിച്ച് രസിച്ച് കളിച്ചു നടക്കുന്നു, വേണ്ടാത്തരങ്ങളെ കൂത്തരങ്ങളിൽ പോയി കൂടുന്നു. അങ്ങനെ കൂടുന്ന സമയത്ത് അവർക്ക് അറിയുന്നില്ല. എന്താണ് അവർക്ക് അറിയാത്തത്? വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. നീ നാട്ടിലെല്ലാ അനാചാരങ്ങൾക്കും കൂടെ നിന്നവനാണ്, നാട്ടിലെല്ലാ വേണ്ടാത്തരങ്ങൾക്കും നീ കൂടെ നിന്നവരാണ്. അങ്ങനെ ചിരിച്ച് കളിച്ച് രസിച്ച് ജീവിക്കുന്ന സമയത്ത് ആ നാട്ടിലെ ഏതോ ഒരു തുണിക്കടയിൽ നിനക്കുള്ള കഫൻ റെഡിയാക്കിയിട്ടുണ്ട്, നിനക്കുള്ള കഫനിന്റെ തുണി റെഡിയാക്കിയിട്ടുണ്ട് എന്ന് ഈ ചെറുപ്പക്കാരൻ അറിയുന്നില്ല. വീണ്ടും പറയുന്നു, വകം മിൻ സിഗാരിൻ യുർതജാ തൂലു ഉംരിഹിം വഖദ് ഉദ്ഖിലത് അജ്സാദുഹും ഉൽമതൽ ഖബരി. എത്ര കൈക്കുഞ്ഞുങ്ങളാണ് ഉമ്മയുടെ മടിയിലിരിക്കുന്ന സമയത്ത്, വാപ്പയുടെ മടിയിലിരിക്കുന്ന സമയത്ത് വാപ്പയും ഉമ്മയും കൂടി സ്വപ്നം കാണുകയാണ്. എൻ്റെ മകനെ ഞാൻ ഡോക്ടറാക്കുമെന്ന സ്വപ്നോ, എൻ്റെ മകനെ ഞാൻ എഞ്ചിനീയറാക്കുമെന്ന സ്വപ്നോ, എൻ്റെ മകനെ ഞാൻ ബിസിനസ്മാൻ ആക്കുമെന്ന സ്വപ്നോ, നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകി അവൻക്ക് ഈ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുമെന്ന സ്വപ്നോ. അങ്ങനെ കാണുന്ന സമയത്താണ് വഖദ് ഉദ്ഖിലത് അജ്സാദുഹും ഉൽമതൽ ഖബരി. ആ ചെറിയ കൈക്കുഞ്ഞുകൾ പോലും ഞങ്ങളെ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ പോയി ദഫൻ ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ ഞാനും നീയും കേട്ടത് എത്രയാണ് മുഅ്മിനേ. വീണ്ടും ബഹുമാനപ്പെട്ടവര് തുടരുന്നു, വകം മിൻ അറൂസിൻ സയ്യനുഹാ ലിസൗജിഹാ വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തൽ ഉർസി. എത്ര പുതിയാപ്പളമാരാണ്, എത്ര പുതിയ പെണ്ണുമാരാണ് സ്വന്തം ഇണകൾക്ക് വേണ്ടി ഡ്രസ്സ് കൊണ്ടൊരുങ്ങിയവരെ, വെള്ളി കൊണ്ടൊരുങ്ങിയവരെ, സ്വർണം കൊണ്ട് ഒരുങ്ങിയവരെ, മറ്റുള്ള മേപ്പ് കപ്പുകൾ എടുത്തുകൊണ്ട് പരസ്പരം ഇണകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുങ്ങി തയ്യാറായി മണിയറയിലേക്ക് ചെല്ലുമ്പോൾ
ചിലപ്പോൾ ഈ പുതിയ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു കിടക്കുന്ന സംഭവങ്ങൾ, ചിലപ്പോൾ ഈ പുതിയാപ്പിളയുടെ ഭാര്യ മരിച്ചു കിടക്കുന്ന സംഭവങ്ങൾ ഞാനും നിങ്ങളും കേട്ടതിന് കയ്യും കണക്കുമുണ്ടോ മുഅ്മിനീങ്ങളെ? വീണ്ടും പറയുന്നു, ഫകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ്ദഹരി. ആരോഗ്യവാന്മാരായ എത്ര ആളുകളാണ് അറിയാതെ പോലും മരിച്ചു പോകുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട ഒരു ഹനീഫി ഉസ്താദ് മരിച്ചത് ഞങ്ങൾക്കറിയില്ലേ? ഒരു നെഞ്ഞുവേദന എടുത്തതാണ്, ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തിരിച്ചു വരുമ്പോൾ ആളെ മയ്യത്താണ് തിരിച്ചു വരുന്നത്. അത്രയുള്ളൂ ഒരു മനുഷ്യന്റെ ആയുസ്. മുഅ്മിനീങ്ങളെ, എന്റെ വഅദ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അറിയില്ലെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നുണ്ട്. അല്ലാഹുവേ, മനസ്സിൽ തട്ടി പറയാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഗൈറു തഖീൻ യഅ്മുറുൻ നാസ ബിത്തുഖാ ത്വബീബുൻ യുദാവിൻ നാസ വഹുവ അലീലു. തഖ്വയില്ലാതെയുള്ള വഅദ് പറയൽ അത് രോഗി ഡോക്ടറായി ചമയുന്നത് പോലെയാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചതുപോലെ അല്ലാഹുവേ, മനസ്സിൽ തട്ടി പറയാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. എത്ര ചെറുപ്പക്കാരാണ് മരിച്ചു വീഴുന്നത്. നല്ല നല്ല ആരോഗ്യവാന്മാരാണ് മരിച്ചു വീഴുന്നത്. ഒരു രോഗവും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് സൈക്കിളിലൂടെ പോകുമ്പോൾ റോഡിന്റെ എഡ്ജ് തെന്നി ഒന്ന് വീണതാണ്. അപ്പോൾ തന്നെ ആള് മയ്യത്തായ സംഭവം എത്രയാണ് ഞാനും നിങ്ങളും കേട്ടത് മുഅ്മിനീങ്ങളെ. രോഗമാണോ പ്രശ്നം? രോഗമല്ല പ്രശ്നം. വീണ്ടും ബഹുമാനപ്പെട്ടവര് പറയുന്നു, വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ്ദഹരി. എത്ര രോഗികളാണ് കാലക്കണക്കിന് അവർ ജീവിച്ചിങ്ങനെ കിടക്കുന്നു. ഈ ബെൽത്തങ്ങടിയിലെ അല്ലെങ്കിൽ ഈ താലൂക്കിലെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് നോക്കൂ നിങ്ങൾ. അവിടെ വെന്റിലേറ്ററിൽ കൊല്ലക്കണക്കിന് എത്ര ആളുകളാണ് കിടക്കുന്നത്. പല വാർഡുകൾ, പല രോഗങ്ങൾ പറയുന്നു. പക്ഷേ അവരാരും മരിക്കുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട ഹുമൈദി ഉസ്താദിന്റെ സംഭവങ്ങൾ ഞാനും നിങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞവരല്ലേ മുഅ്മിനീങ്ങളെ. ഇപ്പോഴും നന്നായി ബോധം തെളിഞ്ഞിട്ടില്ല. അല്ലാഹുവേ, ഹുമൈദി ഉസ്താദിന് നീ ശിഫാ നൽകണേ അല്ലാഹ്. ഹുമൈദി ഉസ്താദിന് ആജിലായ കാമിലായ ശിഫാ നൽകണേ അല്ലാഹ്. നന്നായി ബഹുമാനപ്പെട്ടവരെ, ഉപ്പള്ളിയുടെ പള്ളിയിൽ നന്നായി ബാങ്ക് വിളിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഒരു അപകടത്തിൽ പെട്ടിങ്ങനായി പോയതാണ്. പക്ഷേ അവിടെ നിന്നും മരിച്ചിട്ടില്ലല്ലോ മുഅ്മിനീങ്ങളെ. അങ്ങനെ എത്ര രോഗികളാണ് ഹോസ്പിറ്റലിൽ കൊല്ലക്കണക്കിന് അവർ കിടക്കുന്നത്. ചിലർ വന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, 90% ആയി ഉസ്താദേ 90%, 90%, ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞവർ പോലും നല്ല ആരോഗ്യവാന്മാരിൽ നടക്കുന്ന എത്ര ഉദാഹരണങ്ങൾ ഞാനും നിങ്ങളും എത്ര കണ്ടതാണ്. മരണത്തിന് രോഗമല്ല പ്രശ്നം. പിന്നീട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വകം മിൻ സാകിനിൻ ഇൻദ സ്വബാഹി ബിഖസ്രിഹി വഇൻദൽ മസാഇ ഖദ് കാന മിൻ സാകിനിൽ ഖബ്രി. കുറേ സ്വപ്നം കണ്ട് ചോരനീരാക്കി പ്രവാസ ജീവിതം നയിച്ച് കൂലിപ്പണിയെടുത്ത് അവനുണ്ടാക്കിയ മണിമാളികകൾ, വലിയ വീടുകൾ, പെങ്ങൾക്ക് താമസിക്കണം, ഭാര്യക്ക് താമസിപ്പിക്കണം, കുട്ടികളെ താമസിപ്പിക്കണം, എൻ്റെ ഉമ്മക്ക് നല്ല വീട് കൊടുക്കണം എന്ന നല്ല സ്വപ്നം കണ്ടുകൊണ്ട് വലിയ വീടുകൾ ഉണ്ടാക്കിയവര് അവര് രാവിലെ ആ വീട്ടിലാണെങ്കിൽ വഇൻദൽ മസാഇ ഖദ് കാന മിൻ സാകിനിൽ ഖബ്രി. രാവിലെ അവർ എഴുന്നേറ്റ് പോയത് സ്വന്തം വീട്ടിലാണെങ്കിൽ പക്ഷേ രാത്രി കിടക്കാൻ പോകുന്നത് പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലാണ് എന്ന ബോധം എനിക്കും നിങ്ങൾക്കും വേണം. അതല്ലേ ജിന്ദഗി एक किराए का घर है, एक न एक दिन बदलना पड़ेगा, मौत जब तुझको आवाज देगी घर से बाहर निकलना पड़ेगा. നമ്മളെ ജീവിതം മുഴുവനും ഒരു വാടക വീട് പോലെയാണ്. ആ വാടക വീടിന്റെ പ്രത്യേകത എന്താണ്? മുതലാളി വന്ന് പറഞ്ഞാൽ, ഉടമസ്ഥൻ വന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. അത് ഞങ്ങൾ ക്യാഷ് കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ട് കാര്യമില്ല. കംപ്ലൈന്റ് സ്വീകരിക്കപ്പെട്ട
ബോധ്യപ്പെടുകയുമില്ല. കാരണം മുതലാളിയാണ് പറയുന്നത്, മുതലാളിന്റെ കീഴിൽ വാടകക്കാണ് നീ വീട്ടിൽ താമസിക്കുന്നത് എന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഈ ദുനിയാവ് അതുപോലെ തന്നെയാണ്. ജിന്ദഗി एक किराए का घर है, एक न एक दिन बदलना पड़ेगा. मौत जब तुझको आवाज देगी, घर से बाहर निकलना पड़ेगा. മരണം വന്ന് നിന്നെ വിളിച്ചാൽ, അസ്റായീൽ അലൈഹിസ്സലാം വന്ന് നിന്നെ വിളിച്ചാൽ ഇറങ്ങിപ്പോകേണ്ടി വരും. അവിടെ ഞാൻ വലിയ MLA ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആലിമിന്റെ തലപ്പാവിന് പവർ കാണിച്ച് കാര്യമില്ല, നിന്റെ വെള്ള ഡ്രസ്സിന്റെ പളപളപ്പ് കാണിച്ച് കാര്യമില്ല, അതുപോലെ നിന്റെ ക്യാഷിന്റെ കയപ്പ് കാണിച്ചിട്ട് കാര്യമില്ല, ആഡംബരമാകുന്ന വാഹനങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ല. അസ്റായീൽ വന്ന് വിളിച്ചാൽ ലാ യസ്തഖ്ദിമൂന സഅതൻ വലാ യസ്തഖിറൂൻ, ഒരു മിനിറ്റ് പോലും വൈകിക്കാതെ റൂഹ് പിടിച്ച് ഞങ്ങളെ കൊണ്ടുപോകുമല്ലോ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അവസാനം പറയുന്നു, ഫദാബിം അലാ തഖ്വൽ ഇലാഹി ഫഇന്നഹാ അമാനും മിനൽ അഹ്വാലി ഫീ മൗഖിഫിൽ ഹശ്രി. തഖ്വ മുറുകെ പിടിച്ചിട്ട് വേണം എൻ്റെയും നിങ്ങളുടെ ജീവിതം ധന്യമാക്കാനെന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. മുഅ്മിനീങ്ങളെ, ഒരാൾ മരിച്ചാൽ ആ മരിച്ച മയ്യത്ത് തന്നെ വിളിച്ചു പറയുന്ന ഒട്ടനേകം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്? ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മയ്യത്തിനെ മയ്യത്ത് കട്ടിലിൽ എടുത്തു വെച്ച് 3 ചവിട്ടടി 3 സ്റ്റെപ്പ് അങ്ങോട്ട് പോയാൽ, ഒരു മയ്യത്തിനെ മയ്യത്ത് കട്ടിലിൽ എടുത്തു വെച്ച് 3 സ്റ്റെപ്പ് നടക്കാൻ തുടങ്ങിയാൽ മയ്യത്ത് പറയുമത്രേ. എന്താണ് പറയുന്നത്? യാ ഇഖ്വതാ, ഓ എൻ്റെ ചങ്ങാതിമാരെ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ കളിക്കൂട്ടുകാരെ, എൻ്റെ കൂടെ പഠിച്ച സഹപാഠികളെ, വയാ ഹമലതന അശാ, എന്നെ ചുമന്ന മയ്യത്ത് കട്ടിൽ ചുമന്നവരെ, എന്താണ് പറയുന്നത് അയാൾ? ലാ തഗുറന്നകുമുദ് ദുനിയാ കമാ ഗറത്നി, ദുനിയാവ് നിങ്ങളെ ചതിയിൽപ്പെടുത്താതിരിക്കട്ടെ, ഞാനതിൻ്റെ ചതിയിൽപ്പെട്ടു പോയിട്ടുണ്ട്. ദുനിയാവിന് വേണ്ടി രാവും പകലുമില്ലാതെ, ഒരു പകൽ വ്യത്യാസമില്ലാതെ ഓടി ഓടി നടന്നിട്ടുണ്ട് ഞാൻ. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഞാൻ എല്ലാം ത്യജിച്ച് ഞാൻ ദുനിയാവിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പോയതാർക്കാണ്? മാ തറക്തു ലിവറസതി, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ വീട്, ഞാൻ വാങ്ങിവെച്ച എൻ്റെ വാഹനോ, ഞാൻ വാങ്ങിവെച്ച എൻ്റെ തോട്ടോ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കൃഷി, ലിവറസതി, അതെൻ്റെ മക്കൾ കൊണ്ടുപോയി, അതെൻ്റെ പെങ്ങൾ കൊണ്ടുപോയി, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ കൊണ്ടുപോയി. എനിക്ക് ഉപകാരപ്പെടുന്നത് എന്താണ്? അതെൻ്റെ അമലുകൾ മാത്രമാണ്. പിന്നെ പറയുന്നു, വദ്ദയ്യാനു യൗമുൽ ഖിയാമത്തി മുഹാസബി, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ കണക്കുകൾ അവതരിപ്പിക്കേണ്ടി വരും. ഞാൻ എവിടെയെല്ലാം ചതിച്ച് എത്രയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ അവിടെ പറയേണ്ടി വരുമെന്ന് ആരാ പറയുന്നത്? മുഅ്മിനീങ്ങളെ, പറയുന്നത് ആരാണ്? മയ്യത്ത് വിളിച്ച് പറയും. അത് കേൾക്കാൻ കഴിവുള്ളവർ മനുഷ്യന്മാരും ജിന്നുകളുമല്ലാത്ത എല്ലാവരും കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആരും മരിക്കും മുഅ്മിനീങ്ങളെ, വീട് കണ്ട് അസ്റായീൽ തിരിച്ചു പോകില്ല, വാഹനം കണ്ട് അസ്റായീൽ തിരിച്ചു പോകില്ല. നീ ഇവിടെ ഉണ്ടാക്കി വെച്ച വലിയ വലിയ കൊട്ടാരങ്ങളും, നീ ഇവിടെ ഉണ്ടാക്കി വെച്ച വലിയ വലിയ കമാനങ്ങളും, നീ ഇവിടെ ഉണ്ടാക്കി വെച്ച വലിയ വലിയ പാലസുകളൊന്നും നിനക്ക് ഉപകാരപ്പെടുകയില്ല. സമർത്ഥനായ സീസറും
പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്തു ശംഖമാറ്റമൊന്നുമില്ലതിൽ. എവിടെയടോ ഫിർഔനിന്റെ ആ അഹങ്കാരം, എവിടെയടോ ഖാറൂനിന്റെ അഹംഭാവം, എവിടെയടോ ഹാമാനിന്റെ ആ സമ്പത്തിന്റെ കയപ്പ്? ഒന്നും ഹാമാനിന് ഉപകാരപ്പെട്ടിട്ടില്ല, ഒന്നും ഫിർഔനിന് ഉപകാരപ്പെട്ടിട്ടില്ല, ഒന്നും ഖാറൂനിന് ഉപകാരപ്പെട്ടിട്ടില്ല. അത്ര വലിയ വലിയ മുതലാളിമാർ, അള്ളാന്റെ പ്രവാചകന്മാർ നടത്തുന്ന പ്രബോധന ദൗത്യത്തിൽ പല നിലക്കുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കിയവരെ, അവർ ഒരു അഹങ്കാരവും മരിക്കുന്ന സമയത്തെ ഈ ദുനിയാവിൽ നിന്ന് ചത്തുനാറി ചീനിക്കിടക്കുന്ന സമയത്തൊന്നും അവർക്ക് ആ അഹങ്കാരങ്ങളൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല. ഇത് മനസ്സിലാക്കിയവരെ, ഇത് കണ്ടറിഞ്ഞവരെ, മഹാന്മാരെ ചരിത്രങ്ങൾ ഞങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ്, അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ ദുനിയാവിന് ഒരു വിലയും കൽപ്പിക്കാതെ മഹാന്മാർ, ഈ ദുനിയാവിനെ നന്നായി പഠിച്ച മഹാന്മാർ, ഈ ദുനിയാവിനെ നന്നായി മനസ്സിലാക്കിയ മഹാന്മാർ, അവരുടെ ജീവിതത്തിൻ്റെ ഗതി പോലും മാറ്റിയ സംഭവങ്ങൾ മഹാന്മാരെ ചരിത്രത്തിൽ എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കും. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 5ാമത്തെ ഖലീഫയാണെന്ന് പോലും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ച ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരും അബൂ ഹാസിം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയൊരു മഹാൻ, അവർ രണ്ടാളും തമ്മിൽ നടന്ന ചെറിയൊരു സംഭാഷണം പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂ ഹാസിം റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരുന്നു, മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾ ഹജ്ജിൻ്റെ ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകം മഹാന്മാർ പറയാറുണ്ട്, ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് ഒരു വിശ്വാസി മടങ്ങേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ മദീനയിലേക്കാണെന്ന് പ്രത്യേകം പറയാറുണ്ട്. ആ മദീനയിൽ പോകുമ്പോൾ കുളിച്ച് ഫ്രഷായി വൃത്തിയായി നല്ല തിളക്കമാർന്ന മുഖത്തോടെയും വസ്ത്രത്തോടെയുമാണ് അവൻ പോകേണ്ടതെന്ന് മഹാന്മാരെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ പള്ളിയിലേക്ക് കടന്നു വരുന്നു. എന്താണ് അയാളെ അവസ്ഥ? അയാളെ അവസ്ഥ ചീനി നാറിയ മുഷിന്ന വസ്ത്രമിട്ടുകൊണ്ടാണ് മദീനത്തെ പള്ളിയിലേക്ക് അയാൾ കയറി വരുന്നത്.
കണ്ടപ്പോൾ അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിനെ ഒരു ജിജ്ഞാസ തോന്നി, ആരാണിത്, എവിടെ നിന്നാണ് ഇയാൾ വരുന്നത്, മദീനത്തെ പള്ളിയിലേക്ക് ഈ കോലത്തിലാണോ വരുന്നത് എന്നറിയണം എന്നൊരു ജിജ്ഞാസയോടുകൂടെ ബഹുമാനപ്പെട്ട അബൂ ഹാസിം റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു ഇയാളെ മുമ്പിൽ പോയപ്പോൾ മഹാനവറുകൾ അത്ഭുതപ്പെട്ടു പോയി. ആരാണത് കാണുന്നത്? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായി അറിയപ്പെട്ട 5ാമത്തെ ഖലീഫയാണെന്ന് പോലും ചരിത്രകാരന്മാർ പറഞ്ഞ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവാണ് ഈ നിലക്ക് ബഹുമാനപ്പെട്ടവരെ മുമ്പിൽ മദീനത്തെ പള്ളിയിൽ പോയത്. എന്താണ് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കാൻ കാരണം? ഖലീഫ ഈ നിലക്ക് വരുമ്പോൾ വലിയൊരു അത്ഭുതം തോന്നാൻ കാരണം എന്താണ്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം തന്നെ, ഈ ചരിത്രത്തിലൂടെ ഇതിനു മുമ്പുള്ള ജീവിത അവസ്ഥകൾ ഈ ചരിത്രത്തിലൂടെ തന്നെ ബഹുമാനപ്പെട്ട അബൂ ഹാസിം റളിയല്ലാഹു അൻഹു പറയുന്നു, കാന മർകബുക വതിയ വസൗബുക നഖിയ വവജ്ഹുക ബഹിയ വതആമുക ശഹിയ വഖസ്റുക മുശയ്യദ വഖദമുക കസീറാ. ഓ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ, നിങ്ങൾ ഈ ഖലീഫയായതിന് മുമ്പ് നിങ്ങളെ നല്ല വിലപിടിപ്പുള്ള വാഹനത്തിന്റെ ആളായിരുന്നല്ലോ, നിങ്ങൾ തിളക്കമാർന്ന വസ്ത്രം ധരിച്ച ആളായിരുന്നു, നിങ്ങൾ നല്ല തിളങ്ങുന്ന വെളുവെളുത്ത മുഖമുള്ള ആളായിരുന്നു, നിങ്ങൾ നല്ല വിഭവ സമൃദ്ധമായ സുവിഷ്ടമായ ഭക്ഷണം കഴിച്ച ആളായിരുന്നു, നിങ്ങൾ നല്ല വലിയ കൊട്ടാരത്തിൽ പാർക്കുന്ന ആളായിരുന്നു, നിങ്ങളെ ചുറ്റും എപ്പോഴും സേവകന്മാരും സേവകിമാരും ഉണ്ടാകുന്ന ഒരു സംഭവം ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഫമല്ലദീ ഗയ്യറക വഖദ് സിർത അമീറൽ മുഅ്മിനീൻ. നിങ്ങൾ ഈ മുഅ്മിനീങ്ങളെ നേതാവായി മാറിയപ്പോൾ, ഇസ്ലാമിക ഖിലാഫത്ത് നിങ്ങൾ കയ്യിലേറ്റെടുത്തപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിന് മാറ്റം വരുത്തിയത്? നിങ്ങളെ ജീവിതത്തിൽ ഇത്ര വലിയ മാറ്റം വന്നതെന്ന് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ച നേരത്തെ ഫബകാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പൊട്ടി കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, യാ അബാ ഹാസിം, ഓ അബൂ ഹാസിം തങ്ങളെ, ഫകൈഫ ലൗ റഅയ്തനി ഫീ ഖബ്രി ബഅദ 3, എൻ്റെ ഖബറിൽ നിങ്ങൾ വന്ന് 3 ദിവസം കഴിഞ്ഞ് എന്നെ കാണുമ്പോൾ നിങ്ങൾ ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും. വഖദ് സാലത് ഹദഖതായ അലാ വജ്നതി വജഫ ലിസാനി വൻശഖ ബത്നി വജറത് الديدان على ജസദി. എൻ്റെ ഈ തിളക്കമാർന്ന മുഖം കൊണ്ട് ഞാൻ ഖബറിൽ പോയി എന്ത് ചെയ്യാനാണ്? ഖബറിൽ പോകുന്ന സമയത്ത് എൻ്റെ മുഖം ഇങ്ങനെ ചുളിഞ്ഞൊട്ടിയ സംഭവം നിങ്ങൾ കണ്ടാൽ, വസാലത്ത് ഹദഖതായ അലാ വജ്നതി വജഫ ലിസാനി, എൻ്റെ നാവങ്ങുണങ്ങിപ്പോയി ഒരു വർത്തമാനവും പറയാൻ കഴിയാതെ വന്നാൽ, വൻശഖ ബത്നി, എൻ്റെ വയറങ്ങ് കീറിപ്പോയാൽ, വസാലത്ത് വജറത് الديدان على بطني, പുശുക്കൾ വന്ന് എൻ്റെ വയറ്റിൻ്റെ മേൽ ഇങ്ങനെ അമ്മാനമാടുന്ന സംഭവം കാണുമ്പോൾ, ലഖദ് കുന്ത അശദ്ദ ഇൻകാരൻ, നിങ്ങളല്ലേ എന്നോട് പറയുക, എന്താണങ്ങ് പറയുക? ഓ ഉമറേ, ദുനിയാവിൻ്റെ ബേക്കിൽ നടന്നിട്ടാണ്, ദുനിയാവിൻ്റെ പളപളപ്പ് കണ്ടിട്ട് അതിൽ കണ്ണ് മണ്ണലിച്ചു പോയി നടന്നിട്ടാണ് ഈ നിലക്കുള്ള ദുരാവസ്ഥ നിനക്ക് എത്താൻ കാരണം. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം മുഴുവനും ഞാൻ മാറ്റിക്കളഞ്ഞത്. ഖബർ കണ്ടാൽ ആ ഖബറിന്റെ കാര്യങ്ങൾ ആലോചിച്ച്, ഖബറിൽ വരാനുള്ള ശിക്ഷകളെ ആലോചിച്ച് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിയെങ്കിൽ, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടിനി കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന, മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതായിരിക്കുന്നതാണൊരു 3 ദിവസം കൊണ്ട്.
സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ട്, അപ്പോൾ തന്നെ മുഖമിൽ ആകുമേ ഗുഹ രണ്ട്, കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ഈ സംഭവങ്ങളെല്ലാം മനസ്സറിഞ്ഞ് ജീവിതത്തിൽ പകർത്തിയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ ആഡംബരങ്ങൾ നിറഞ്ഞ ജീവിതോ, തന്റെ രാജകീയ പ്രൗഢി എല്ലാം വെടിഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ടവരെ പോലെ ഒരു ഖലീഫ ജീവിച്ചുവെങ്കിൽ മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് എന്താണ്? ഈ ദുനിയാവ് ഒരിക്കലും ശാശ്വതമല്ല. ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വആശിഖുഹാ അദല്ലു മിനൽ ദലീലി. ക്ഷണഭംഗുരമായ വളരെ ചെറിയ സമയം മാത്രമുള്ള ദുനിയാവിന്റെ ബേക്കിൽ നെട്ടോട്ടം ഓടുന്ന സമയത്ത് ഒരു പക്ഷേ ദുനിയാവ് തന്നെ തിരിഞ്ഞു നിന്ന് ഞങ്ങളോട് പറയും, വആശിഖുഹാ അദല്ലു മിനൽ ദലീലി. ദുനിയാവിന് വേണ്ടി നീ ഓടി നടക്കുമ്പോൾ നീ ലോകത്ത് വെച്ച് ഏറ്റവും നിന്ദനാണ് എന്നൊരു ദുനിയാവ് തന്നെ നിന്നോട് തിരിച്ചു പറയേണ്ട ഒരു സംഭവം വരുമെന്ന് മഹാന്മാർ ഞങ്ങളോട് പറയുന്നു. മുഅ്മിനീങ്ങളെ, അങ്ങനെ ഖബറിന്റെ അവസ്ഥകൾ കണ്ടപ്പോൾ ജീവിതത്തിന്റെ ഗതി മാറ്റിയ മഹാന്മാർ, ഖബർ കാണുമ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞ മഹാന്മാർ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം മഹാന്മാർ ഉദ്ധരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അരികിൽ പോകുന്ന സമയത്ത് ഖബർ കണ്ടിങ്ങനെ പൊട്ടി 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 കരഞ്ഞ് അവസാനം മഹാനവരുകളെ താടിയുടെ രോമം പോലും നനഞ്ഞു പോകുന്ന ചണ്ടിയായി പോകുന്ന സംഭവങ്ങൾ. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടും, ഞങ്ങൾ നരകത്തെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു, ഹിസാബിനെ കുറിച്ച് ചർച്ച ചെയ്തു, ആഖിറത്തിൽ മഹ്ശറാവൻ സഭയിൽ ഉണ്ടാകുന്ന ദുഃഖകരമായ ഘട്ടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു, ഭയാനകരമായ ഹിസാബിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു, ഞങ്ങൾ നല്ലത് ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ സംഭവങ്ങൾ ചർച്ച ചെയ്തു. അപ്പോഴൊന്നും കരയാത്ത നിങ്ങൾ ഈ ഖബർ കണ്ടപ്പോൾ കരഞ്ഞു പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവര് പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുന്നു. എന്താണ് ഞാൻ കേട്ടത്? ഇന്നൽ ഖബ്റ അവ്വലു മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ വീടാണ് ഖബർ. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ, ആ ഖബറിൽ ഞങ്ങൾ രക്ഷപ്പെട്ടാൽ അതിന് ശേഷമുള്ളതെല്ലാം ഞങ്ങൾക്ക് ഈസിയാണ്, ശേഷമുള്ളതെല്ലാം എളുപ്പമാണ്. പിന്നെ ഒരു പേടിയും വേണ്ട, ഒരു ഭയവും വേണ്ട, ഒരു ബേജാറും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. ഖബറിൽ രക്ഷപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും ഈസിയാണ്. പിന്നെ പറയുന്നു, ആ ഖബറിലെങ്ങാനും ആരെങ്കിലും കുടുങ്ങിയാലോ ഫമാ ബഅദഹു അശദ്ദ മിൻഹു, ആ ഖബറിൽ ആരെങ്കിലും കുടുങ്ങിയാൽ ഖബറിന് ശേഷം വരുന്ന ഓരോ ഘട്ടങ്ങൾ, ഓരോ കടമ്പകൾ, ഓരോ ലെവലുകൾ, അവിടെ ഞങ്ങൾ വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. മൻ അശ്റഖത് ബിദായത്തുഹു അശ്റഖത് നിഹായത്തുഹു എന്ന് മഹാന്മാർ പറഞ്ഞതുപോലെ ആഖിറത്തിലേക്കുള്ള തുടക്ക വീടാകുന്ന ഖബറിൽ ഞങ്ങൾക്ക് രക്ഷ കിട്ടണോ? ആ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്വലാത്തിന്റെ മജ്‌ലിസുകളെല്ലാം സംഘടിപ്പിക്കപ്പെടുന്നത്, ദിക്റിന്റെ ഹൽഖകൾ കൂടുന്നത്, മഹാന്മാരുടെ ദുആയിൽ ഞങ്ങൾ ചേരുന്നത്. ഖബറിൽ കുറെ ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കപ്പെടും, ഖബറിൽ കുറെ ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കപ്പെടും. ചില ചോദ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നെ അറിയാം. ഒരു ഖബറ് മറമാടിയതിന് ശേഷം അവിടെ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ്, മുഖ്രി ഉസ്താദ് വന്ന് പ്രത്യേകം തൽഖീൻ അവിടെ ബഹുമാനപ്പെട്ട ഒരു ഉസ്താദ് ഓതാനുണ്ട്. അത് ഓതുന്ന സമയത്ത് വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. അത് ആദരവോടെ ഭക്തിയോടെ കേൾക്കേണ്ട ഒരു വിഷയമാണത്. കാരണം ഖബറിൽ കിടക്കുന്ന ആളെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ എനിക്കും ഇങ്ങനെ ഒരു രംഗം വരാനുണ്ടെന്ന ബോധം ഞങ്ങൾക്ക് വേണം. ആ ബോധം വരാൻ വേണ്ടിയിട്ടാണ് തൽഖീൻ. അത് ഭക്തിയോടെ നല്ല ബഹുമാനത്തോടെ കേൾക്കാനുള്ളതാണ്. ആ സമയത്ത് സംസാരിക്കാനുള്ളതല്ല, ആ സമയത്ത് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ല. അപ്പോൾ അത് കേൾക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് ഈമാൻ കിട്ടിയുള്ള മരണം നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, എത്ര ഖബറുകൾ ഞങ്ങൾ ഖബറടക്കിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവിടെയും ഞങ്ങളുടെ മനസ്സിലൊരു മാറ്റം വരുന്നില്ല. എത്ര തൽഖീനുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഉസ്താദ് ഭക്തിയോടുകൂടെ മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക,
വമൻ ഇഖ്വാനുക വമാ ഇമാമുക വമാ ഖിബ്ലതുക എന്നെല്ലാം ചോദിക്കുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ നാളെ ഖബറിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ എന്നോടും ചോദിക്കപ്പെടുമെന്ന ബോധം എനിക്കും നിങ്ങൾക്കും വരുന്നില്ല. എൻ്റെ സ്വന്തം അനിയനെ അല്ലെങ്കിൽ ജ്യേഷ്ഠനെ അല്ലെങ്കിൽ ഉപ്പയെ അല്ലെങ്കിൽ ഉമ്മയെ കൂടെ പഠിച്ച കളിക്കൂട്ടുകാരനെ അല്ലെങ്കിൽ സഹപാഠികളെ ഉസ്താദിനെ അതുപോലത്തെ ആളുകളെ എത്ര ആളുകളെ ഈ കൈകൾ കൊണ്ട് നിങ്ങൾ ഖബറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്? എത്ര ജനാസക്ക് ഞാനും നിങ്ങളും കൂടിയിട്ടുണ്ട്? എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് തഹ്ലീലുകൾ ചൊല്ലിയിട്ടുണ്ട്? ഞങ്ങൾക്കൊരു മാറ്റം വരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഖബറിൽ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളെ കുറിച്ചാണ്. ആ ഖബറിൽ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാളെ കൊണ്ടുവന്ന് നിർത്തും. ആ നിർത്തുന്ന സമയത്ത് ചോദിക്കപ്പെടും, ആരാണിത്, എനിക്ക് പരിചയമുണ്ടോ എന്നൊരു പ്രത്യേക ചോദ്യം ചോദിക്കും. മഹാന്മാര് പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു, മുഅ്മിനാണോ അവൻ ഉറക്കെ വിളിച്ചു പറയാൻ അവൻക്ക് സാധിക്കും, ഹാദാ റസൂലുള്ളാഹ്, ഇതെന്റെ നബിയാണ്, ഞാൻ നന്നായി ഇഷ്ടപ്പെട്ട നബിയാണ്, എൻ്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നാം നന്നായി ജീവിതത്തിൽ പിന്തുടർന്ന നബിയാണ് എന്ന് ഉറക്കെ ഒരു മുഅ്മിന് പറയാൻ പറ്റുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി മുനാഫിഖാണോ? അവൻ പറയുമത്രേ, പലവരും പലതും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇയാളെ കുറിച്ച് പലവരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ചില വേദികളിൽ പോകുമ്പോൾ അവർ പറയുന്നു സാധാരണക്കാരനാണെന്ന്, ചില വേദികളിൽ പോകുമ്പോൾ പറയുന്നു ഒരു സാധാരണ അറബി പയ്യനാണെന്ന്, ചില വേദികളിൽ പോകുമ്പോൾ പറയുന്നു ഇയാളെ മാതാപിതാക്കൾ നരകത്തിനാണെന്ന്, ചില വേദികളിൽ പോകുമ്പോൾ പറയുന്നു ദിവസം 70 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം തെറ്റുകുറ്റങ്ങൾ ചെയ്തു നടന്ന ആളാണെന്ന്, മറ്റു ചില വേദികളിൽ പോകുമ്പോൾ പറയുന്നു ഇയാൾ അള്ളാഹുവിനെ ശരിക്ക് വഴിപ്പെടാത്ത, അള്ളാഹുവിൻ്റെ ആജ്ഞാപനങ്ങൾ അനുസരിച്ച് നടക്കാത്ത ആളാണെന്ന്. അങ്ങനെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും എനിക്ക് വിശ്വാസമില്ല. കേട്ടു എന്ന് മാത്രം. അത് കേട്ട് വീണ്ടും ഞാൻ വേറെ വേദിയിലേക്ക് പോകുന്നു, അവിടെയും പലതും കേൾക്കുന്നു, എനിക്ക് അറിയില്ല. റസൂലുള്ളാഹി തങ്ങളെ ദുനിയാവിൽ പരിചയപ്പെടാത്തതിൻ്റെ പ്രശ്നമാണത്. ഹബീബായ തങ്ങളെ ചെറുതായി കാണാൻ, റസൂലുള്ളാഹി തങ്ങളെ ആ ബഹുമാനത്തെയും ആദരവിനെയും താഴ്ത്തിപ്പിടിക്കാൻ കുറെ ആളുകൾ നന്നായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഹബീബായ തങ്ങളോടുള്ള ബന്ധം അത് ദുനിയാവിൽ നന്നായി ഉറപ്പിച്ചാലേ ആഖിറത്തിൽ ഖബറിൽ ഈ ചോദ്യത്തിന് ഞങ്ങൾക്ക് മറുപടി ഉണ്ടാവുകയുള്ളൂ. ആ ബന്ധം എങ്ങനെയാണ് വേണ്ടത്? സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ ദിഫാഇ, അശ്ശൈഖ് അഹ്മദുൽ കബീർ ദിഫാഇ, അശ്ശൈഖ് അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ അനുസ്മരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ മുത്തു റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോടുള്ള ബന്ധത്തെക്കുറിച്ച് മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ അൽ ഹാബീരിൽ ഫതാവയിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി തങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ മദീനത്തുൽ മുനവ്വറയിലേക്ക് ചെന്ന് ഹബീബായ തങ്ങളെ കുബ്ബയുടെ ചാരത്ത് നിന്ന് ഹബീബായ തങ്ങളെ മുമ്പിൽ നിന്ന് പാടുന്ന പാട്ടാണ് ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫതി. ഞാൻ ബസറ പട്ടണത്തിലാണെങ്കിലും, ഞാൻ ബഗ്ദാദിലാണെങ്കിലും, ഉമ്മു ഉബൈദയിലാണെങ്കിലും, ലോകത്തുള്ള ഏത് ഭാഗത്തുണ്ടെങ്കിലും നബിയേ, എൻ്റെ റൂഹ് ഇടയ്ക്കിടെ ഞാൻ മദീനയിലേക്ക് പറഞ്ഞു വിടാറുണ്ട്. എൻ്റെ മനസ്സിലെപ്പോഴും അങ്ങാണ് നബിയേ, അങ്ങയുടെ സ്വലാത്താണ് നബിയേ, അങ്ങയുടെ ഹദീസാണ് നബിയേ, അങ്ങ് പഠിപ്പിച്ച ദീനീ വിജ്ഞാനങ്ങളെ മസാലകളാണ് നബിയേ. ഇപ്പൊ ഇതാ അഹ്മദുൽ കബീർ ശരീരത്തോടുകൂടെ മദീനയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അങ്ങയുടെ ആ കരമൊന്ന്, അങ്ങയുടെ കൈയൊന്ന് എനിക്ക് തരുമോ
എന്ന് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് ചോദിച്ച സമയത്ത് മഹാനവരുകൾ ചോദിച്ച് പൊട്ടിക്കരഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ ഹുദറത്തു ശരീഫയുടെ ആ ഖബർ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളെ മുബാറക്കാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ട കൈ ഇങ്ങനെ ഉയർന്നു വരുന്നു. ബഹുമാനപ്പെട്ടവർ ആ കൈ മുത്തുകയും എത്രയോ ആളുകൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഈ വിഷയത്തിന് സാക്ഷിയാണെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. റിഫായി ശൈഖിന്റെ വിജയത്തിന് നിദാനം മുത്ത് റസൂലുള്ളാഹ്, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖിന്റെ വിജയത്തിന് നിദാനം മുത്ത് റസൂലുള്ളാഹി തങ്ങളോടുള്ള ബന്ധം അത് നന്നായി ഞങ്ങൾ ജീവിതത്തിൽ പകർത്തണോ. കണ്ടില്ലേ ഇമാമേ അഹ്ലുസ് സുന്നത്ത് മുജദ്ദിദേ ദീൻ വ മില്ലത്ത് ബഹുമാനപ്പെട്ട അശ്ശൈഖ് അഹ്മദ് റുലാഖാനിൽ ബറേൽവി റഹിമഹുല്ലാഹ് മഹാനവരുകളെ ചരിത്രം ശിഷ്യനാകുന്ന ബഹുമാനപ്പെട്ട മുസഫറുദ്ദീൻ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി വെക്കുന്നു. സവാനിഹ് അലാ ഹസ്രത്തിൽ പറയുന്നു, ബഹുമാനപ്പെട്ട അലാ ഹസ്രത്തിന്റെ മുമ്പിലേക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ നിന്ന് ആരെങ്കിലും മടങ്ങി വന്നാൽ എവിടെന്നാണ് വന്നതെന്ന് ചോദിക്കപ്പെടും. ഞങ്ങളുടെ നാട്ടിലൊരു പ്രത്യേക ഒരു നടപ്പുണ്ടല്ലോ, ഹജ്ജ്, ഉംറ, ഗൾഫ്, ദൂരയാത്ര കഴിഞ്ഞാൽ ഖതീബ് ഉസ്താദിനെ കാണാൻ പോവുക, അതുപോലെ നാട്ടിലെ തങ്ങന്മാരെ കാണാൻ പോവുക, നാട്ടിലെ ഉസ്താദുമാരെ കാണാൻ പോവുക എന്നൊരു നടപ്പുണ്ട്. ആ നടപ്പ് പ്രകാരം ബഹുമാനപ്പെട്ട ആലാ ഹസ്രത്തിന്റെ മുമ്പിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് ആരെങ്കിലും വന്നാൽ ബഹുമാനപ്പെട്ടവർ ചോദിക്കും, നിങ്ങൾ മദീനയിലേക്ക് പോയിട്ടാണോ വന്നതെന്ന്. നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് പോയിട്ടാണോ വന്നതെന്ന് ചോദിക്കും. അത് ചോദിച്ച സമയത്ത് മറുപടിയിൽ പോയിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവര് ആ ഹജ്ജിന് പോയി തിരിച്ചു വന്ന ആളെ കാലി പിടിച്ച് ചുംബിക്കുമത്രേ. എന്താണിത് ഞങ്ങൾക്കറിയില്ല. ഇഷ്കിന്റെ ഓരോ അധ്യായങ്ങൾ ഞങ്ങളെ മുമ്പിൽ അവർ തീർക്കുകയാണ്. ഈ ബന്ധമാണ് ഞങ്ങൾക്ക് ഖബറിൽ ആളെ കാണിക്കുമ്പോൾ ഹാദാ റസൂലുള്ളാഹ്, ഹാദാ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ സാധിക്കുക. പോയിട്ടല്ല വന്നത്, മദീനയിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാലോ അയാളെ പിന്നെ തിരിഞ്ഞു നോക്കുന്ന പ്രശ്നം തന്നെയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഇതേ അലാ ഹസ്രത്താണ് നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അത്തഹിയാത്തിൽ സലാം പറയുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ആ സലാം മടക്കുന്നത് ഇങ്ങനെ കേൾക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ടവര്. ഒരു ദിവസം അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, നിങ്ങൾ ഇന്നത്തെ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന സലാം ഇങ്ങനെ ആവർത്തിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അലാ ഹസ്രത്ത് തങ്ങൾ പറയുകയാണ്, എന്താണ് പറഞ്ഞത് മുഅ്മിനീങ്ങളെ, ഞാൻ ദിവസവും റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള കവിതകൾ രചിക്കാറുണ്ട്, ഹബീബായ തങ്ങളെ കുറിച്ച് പാട്ട് പാടാറുണ്ട്. ഒരു ദിവസത്തിൽ ഒരു മദിഹിന്റെ വരിയെങ്കിലും രചിക്കാതെ എൻ്റെ ദിവസം പോയിട്ടില്ല. അങ്ങനെ കുറെ മദിഹിന്റെ വരികൾ ബഹുമാനപ്പെട്ടവരുടേതുണ്ട്. സർവർ കഹൂം കെ മാലികോ മൗലാ കഹൂം തുझे ബാഗേ ഖലീൽ കാ ഗുലേ ज़ैबा कहूं तुझे सुबह तैबा में हुई बटता है बाड़ा नूर का सदक़ा लेने नूर का आया है तारा नूर का. അങ്ങനെ കുറെ കവിതകൾ, ജമീനോ ജമാ തുമ്ഹാരേ ലിയേ, മക്കീനോ മക്കാ തുമ്ഹാരേ ലിയേ, ബനേ ദോ ജഹാ തുമ്ഹാരേ ലിയേ, ഹമായേ യഹാ തുമ്ഹാരേ ലിയേ, അങ്ങനെ തുടങ്ങിയ കുറെ കവിതകൾ ഞങ്ങളെ ഈ മംഗലാപുരത്തും കേരളത്തും മറ്റുള്ള നാടുകളിലൊക്കെ ഉറുദു ഉസ്താദുമാര് പാടുന്ന കവിതകളിൽ 90% ബഹുമാനപ്പെട്ട ആലാ ഹദ്റത്തിന്റെ കവിതകളാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അത്രയും വലിയ ആഷിഖാണ് ബഹുമാനപ്പെട്ടവര്. അങ്ങനെ ഒരു ദിവസം മദ്ഹിന്റെ വരി എഴുതാൻ മറന്നുപോയപ്പോൾ ഇന്ന് ഞാൻ ഒരു വരി റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള പാട്ട് എഴുതാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ സലാം പറയുമ്പോൾ നബി തങ്ങൾ സലാം മടക്കിയതായിട്ട് ഇങ്ങനെ കേൾക്കാതെ ആയപ്പോഴാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഇങ്ങനെയാണ് ഇഷ്കിന്റെ അധ്യായങ്ങൾ തീർത്ത മഹാന്മാർ.
ഇങ്ങനെ ഈ ബന്ധം പുലർത്തിയാലേ ഞങ്ങൾക്ക് ഖബറിൽ കിടക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ കാണിക്കുമ്പോൾ ഉച്ചത്തിൽ ഹാദാ റസൂലുള്ളാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇതേ ആലാ ഹദ്റത്തിന്റെ മറ്റൊരു ചരിത്രം കാണാം. മുഅ്മിനീങ്ങളെ പറയാൻ തുടങ്ങിയാൽ മണിക്കൂറുകളോളം ഈ മഹാന്റെ ചരിത്രം തന്നെ ഇഷ്കുമായി ബന്ധപ്പെട്ട് ഹബീബായ തങ്ങളെ സ്നേഹവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ശിഷ്യന്മാരെ ഒരു ദിവസം വിളിച്ചു പറയുന്നു, എൻ്റെ ശിഷ്യന്മാരെ, ഞാൻ മരിച്ചാൽ എൻ്റെ ഖബർ നിങ്ങൾ കുഴിക്കുന്ന സമയത്ത് ഒരാൾക്ക് നിൽക്കാൻ പാകത്തിൽ, ഞങ്ങൾ കിടക്കാനല്ല ഖബറുണ്ടാക്കല് അല്ലേ, മയ്യത്ത് കൊണ്ടുപോയി കിടത്താനാണ് ഖബറുണ്ടാക്കൽ അല്ലേ, അങ്ങനെയാണ് ഖബർ ഉണ്ടാക്കല്, ഖബർ കുഴിക്കല്. പക്ഷേ ആലാ ഹസ്രത്ത് പറയുന്നത് എന്താണ്? എനിക്ക് നിൽക്കാനുള്ള ഖബർ വേണം, എനിക്ക് നിൽക്കാനുള്ള ഖബർ വേണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞ സമയത്ത് ശിഷ്യന്മാര് ചോദിക്കുന്നു, ഉസ്താദേ എന്തിനാണ് അങ്ങനെ ഒരു ഖബർ എന്ന് ചോദിച്ച നേരത്തെ ബഹുമാനപ്പെട്ട ആലാ ഹസ്രത്ത് തങ്ങൾ പറയുന്നു, എൻ്റെ ജീവിതമുടനീളം മുത്തു റസൂലുള്ളാഹി തങ്ങളെ മദ്ഹുകൾ രചിച്ച് നടന്നവനാണ് ഞാൻ. ഹബീബായ തങ്ങളെ ദീനിന് വേണ്ടി സേവനം നടത്തിയ ആളാണ് ഞാൻ. റസൂലുള്ളാഹി തങ്ങളെ ദീനിനെതിരെ ബിദ്അത്തുകാർ വന്നപ്പോൾ, നിരീശ്വരവാദികൾ വന്നപ്പോൾ, മറ്റു ഭൗതികവാദികൾ വന്നപ്പോൾ അവർക്കെതിരെ ആഞ്ഞടിച്ച് മറുപടി എഴുതിയവനാണ് ഞാൻ, മറുപടി പറഞ്ഞവനാണ് ഞാൻ. ഞങ്ങൾ കുറെ ഹഫ്ലുകൾ മജ്‌ലിസുകൾ സംഘടിപ്പിച്ചവനാണ് ഞാൻ. ഹബീബായ തങ്ങൾ എൻ്റെ ഖബറിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാനാണത്രേ. ഹബീബായ തങ്ങൾ ഖബറിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊരു ഖബർ ഞാൻ ആവശ്യപ്പെടുന്നതെന്ന് മഹാനായ ആലാ ഹസ്രത്ത് റഹിമഹുല്ലാഹ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ, മുത്തു മുഅ്മിനീങ്ങളെ, ഞങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളുള്ള ബന്ധം നന്നായി മുറുകെ പിടിക്കണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളോടുള്ള ബന്ധത്തിന്റെ മറ്റൊരു വേഷനാണ് ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തുണ്ട് എന്നതിന്റെ മറ്റൊരു കാരണമാണ് റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്നേഹിക്കുക, അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക. ഹബീബായ തങ്ങളെ ആ ശിരയിലൂടെ, ഹബീബായ തങ്ങളെ രക്തം ശിരയിലൂടെ സഞ്ചരിക്കുന്ന തങ്ങന്മാർ, ആ തങ്ങന്മാരെ ബഹുമാനിക്കലും റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് പണ്ഡിതന്മാർ ഞങ്ങൾ പഠിപ്പിക്കുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ശാഫിഈ ഇമാമിനെ പോലത്തെ വലിയ വലിയ മഹാന്മാർ പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നപ്പോൾ ത്വായിഫിന്റെ തെരുവോരങ്ങളിൽ പ്രാന്തം പിള്ളാരെ കൈകൊണ്ട് എത്രയോ ആളുകൾ കല്ലെടുത്തെന്നെ എറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തി ഹബീബായ തങ്ങൾ പറയുന്നു, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഞാനും നിങ്ങളും തലപ്പാവ് ധരിച്ചിരിക്കാനും തൊപ്പി ധരിച്ചിരിക്കാനും അബൂബക്കറും അബ്ദുള്ളയുമായി ഈ നാടിലൂടെ സഞ്ചരിക്കാനും ഒരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയാനും ഹബീബായ തങ്ങളെടുത്ത പണി ചെറുതല്ല. കഅബാലയത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് ശത്രുക്കൾ ഇട്ടുപോയത്. എത്രയോ ആളുകൾ ഹബീബായ തങ്ങളെ തലയുടെ മുകളിൽ മണ്ണ് വാരിയെറിഞ്ഞത് അങ്ങനെയാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ, ഖന്തക്കിന്റെ രണാങ്കണത്തിൽ ഹബീബായ തങ്ങൾ കിടങ്ങു കൊയ്ക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങളെ വയറ്റിൽ 2 കല്ല് കെട്ടിയിരുന്നു എന്ന് മഹത്തുക്കളായ സ്വഹാബികൾ പറയുന്നു. ഇതെല്ലാം ഞാൻ സഹിച്ചപ്പോൾ ഇതിന് പകരമായി ഞാൻ ഒരു കൂലിയും ആവശ്യപ്പെടുന്നില്ല, ഞാൻ ഒരു ക്യാഷും ആവശ്യപ്പെടുന്നില്ല, ഞാൻ ദുനിയാവിന് ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എന്റെ കുടുംബമാകുന്ന അഹ്ലു ബൈത്ത്, എന്റെ കുടുംബമാകുന്ന തങ്ങന്മാർ, എന്റെ കുടുംബമാകുന്ന സയ്യിദുമാർ, അവരെ നിങ്ങൾ ബഹുമാനിക്കണേ, അവരെ നിങ്ങൾ ആദരിക്കണേ, അവരെ നിങ്ങൾ നന്നായി വന്ദിക്കണേ. പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു, അവരെ ശറഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ, അതിൽ നിന്ന് പൊട്ടിവിടർന്ന മുത്തും രക്തമാ. രാജാക്കളെക്കാൾ ഉപരി ഞാൻ നോക്കേണ്ടതാ, അവർക്കുള്ളതെല്ലാം ചെയ്ത് നാം കൊടുക്കേണ്ടതാ.
ഒരു രാജാവ് ഞങ്ങളുടെ മജ്‌ലിസിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു രാഷ്ട്രീയ നേതാവ് ഞങ്ങളുടെ മജ്‌ലിസിലേക്ക് കടന്നു വരുമ്പോൾ അവന് എഴുന്നേറ്റ് നിന്ന് ചണ്ടമുട്ടിയും കൈകൊട്ടിയും ദഫ്മുട്ടിയും സ്വീകരിക്കാൻ ആളുണ്ടെങ്കിൽ അവരെക്കാൾ വലുതാണ് തങ്ങന്മാര്, അവരെക്കാൾ വലിയ സ്ഥാനത്താണ് തങ്ങന്മാര്. അവരെയാണ് ഞങ്ങൾ ബഹുമാനിക്കേണ്ടത്, അവരെയാണ് ഞങ്ങൾ ആദരിക്കേണ്ടത്, അവരെയാണ് ഞങ്ങൾ ഒത്താശകൾ ചെയ്തു കൊടുക്കേണ്ടത്. ഹറമിൽ വസിക്കും പ്രാവിനിന്നും സ്ഥാനമാ, അത് വാറുസൗരിൻ പ്രാവുകൾ സന്താനമായെന്നുള്ളതോർത്തിട്ടാണ് സ്നേഹം അതുകളെ. അതുപോലെ തന്നെ ഹാല് സാദാതീങ്ങളെ, പരിശുദ്ധ ഹറമിലൂടെ വട്ടമിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രാവുകളും മുഅ്മിനീങ്ങളെ, ഹജ്ജിന് പോകുന്നവരെ, മദീന സിയാറത്തിന് പോകുന്നവരെ, അവിടെ പാറിക്കൊണ്ടിരിക്കുന്ന പറവകൾക്ക്, പാരിവാളകൾക്ക് ഞങ്ങൾ എന്തു ചെയ്യും? അവിടെ പോയാൽ ഗോതമ്പമോ അതുപോലത്തെ സാധനങ്ങൾ വാങ്ങി ആ പ്രാവുകൾക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. കാരണം എന്താണ് ഞങ്ങൾ ഇട്ടുകൊടുക്കുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റക്ക് പോകുന്ന സമയത്ത് ഗാർ സൗറിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനോട് കൂടെ ഇരുന്നല്ലോ. ആ ഇരുന്ന സമയത്ത് ഹബീബായ തങ്ങൾക്ക് രക്ഷ നൽകാൻ കുറെ എട്ടുകാലികൾ അവിടെ വന്നിട്ടുണ്ട്, കുറെ പ്രാവുകൾ വന്നിട്ടുണ്ട്. ഇമാം അൽ ബുസീരി റളിയല്ലാഹു അൻഹു വളരെ നന്നായി അതിരിങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നു. ലന്നുൽ ഹമാമ വ ലന്നുൽ അൻകബൂതല ഖൈരിൽ ബരിയതി ലം തൻസുജ് വലം തഹുമീ. ആ പ്രാവുകൾ റസൂലുള്ളാഹി തങ്ങളെ രക്ഷിച്ചതാണ്, അവര് ഹബീബായ തങ്ങളെ രക്ഷിച്ചതായ എട്ടുകാലികളാണ്. ആ പ്രാവുകളെ സന്താനത്തിൽ പെട്ടവരാണ് ഇന്ന് ഹറമിൽ പാറിക്കളിക്കുന്ന പ്രാവുകൾ എന്ന് വിചാരിച്ച് ഇന്നും ഹജ്ജാജിമാർ ഉംറക്ക് പോകുന്നവര് അവരൊക്കെ ഗോതമ്പം വാങ്ങി അവർക്കിടുമ്പോൾ ആ ഹബീബായ തങ്ങളെ രക്തം ശിരയിലൂടെ ഓടുന്ന തങ്ങന്മാരെ അവസ്ഥ എന്താണ് മുഅ്മിനീങ്ങളെ? അവരോടുള്ള ബഹുമാനം ഞങ്ങൾക്ക് എത്ര വേണോ, അവരോടുള്ള ആദരവ് ഞങ്ങൾക്ക് എത്ര വേണോ, അവരോടുള്ള ഒത്താശകൾ ഞങ്ങൾ എത്ര ചെയ്തു കൊടുക്കണോ, അവരെ സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ സഹായിക്കണോ, അവരെ സംരംഭങ്ങൾക്ക് ഞങ്ങളെ എങ്ങനെ കൈത്താങ്ങാകണമെന്ന് ഞാനും നിങ്ങളും ആലോചിക്കണം മുഅ്മിനീങ്ങളെ. അവിടുത്തെ വല്യപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ വല്യപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച പരിശുദ്ധമായ മഹിതമായ ദീനുൽ ഇസ്ലാമിന്റെ ആ പാതയിൽ ജനങ്ങളെ നിർത്താൻ വേണ്ടി പഠിപ്പിക്കാൻ അവർ ദർസുകൾ തുടങ്ങുന്നു, കോളേജുകൾ തുടങ്ങുന്നു, അങ്ങനെ ദീനീ സംരംഭങ്ങൾ നടത്തുന്നു. അവരെന്നും ദുനിയാവിന്റെ ഒന്നും അവരതിൽ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് ദുനിയാവിന്റെ കാറ് വേണമെന്ന ഉദ്ദേശമില്ല, ദുനിയാവിന്റെ വീട് വേണമെന്ന ഉദ്ദേശമില്ല. ഈ മൽജ തന്നെ അതിനൊരു ഉദാഹരണമല്ലേ മുഅ്മിനീങ്ങളെ? എത്രയോ ബിദ്അത്തിന്റെ ആളുകൾ വന്ന് അന്തിക്കിറ്റുകൾ കൊടുക്കുന്ന സമയത്ത് അവരെ ആശയങ്ങളെ അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഉജറത്തങ്ങൾ തുടങ്ങിയ ഒരു സംരംഭമല്ലേ, ബഹുമാനപ്പെട്ട ഉജറത്തങ്ങൾ തുടങ്ങിയ സംരംഭമല്ലേ എന്ത് കിറ്റ് കൊടുക്കുന്ന സംരംഭം? ആയിരക്കണക്കിന് ജനങ്ങൾക്കാണ് റമദാനിൽ ഇവിടെ കിറ്റ് കൊടുക്കപ്പെടുന്നത്. മുഅ്മിനീങ്ങളെ, ഇതിനെല്ലാം നല്ല ക്യാഷ് ചെലവുണ്ട്. ഇതൊന്നും എന്നോട് പറയിപ്പിക്കുന്നതല്ല, കണ്ണുകൊണ്ട് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി എന്ന് മാത്രം. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട തങ്ങൾക്ക് നന്നായി ഞങ്ങൾ സഹായിക്കണോ, തങ്ങളെ നന്നായി കൂടെ നിൽക്കണോ, തങ്ങളെ നന്നായി ഞങ്ങൾ ഒത്താശകൾ ചെയ്തു കൊടുക്കണോ. ഞങ്ങളെ സമ്പത്ത് കൊണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളെ സംസാരം കൊണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളെ സ്ഥാനങ്ങളെ കൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടോ ഏതെല്ലാം നിലക്ക് ഒത്താശകൾ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ ആ നിലക്കൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കണോ. കാരണം ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുൻ ആലിമൻ, ഒന്നിരിക്കലോ നീ ഒരു നല്ലൊരു ആലിമാകണോ, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നല്ലൊരു മുതഅല്ലിമാകണോ, ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ ഇൽമു കേട്ട് പഠിക്കുന്ന ആളാകണോ, ഔ മുഹിബ്ബാ, അല്ലെങ്കിൽ ഉലമാഇനെ സ്നേഹിക്കുന്നവന്, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവന്, ദീനിയായ സംരംഭങ്ങളെ സ്നേഹിക്കുന്നവനാകണോ, അവരെ മനസ്സുകൊണ്ട് സ്നേഹിക്കണോ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കണോ.
പറയുന്നു. അതെല്ലാം ഈ ഹദീസിന്റെ പരിധിയിൽപ്പെടും മുഅ്മിനീങ്ങളെ. വലാ തകുൻ ഖാമിസാ, അഞ്ചാമത്തെ കാറ്റഗറിയിൽ പെടാതെ, മുടുക്കക്കാരനാകാതെ, തടസ്സക്കാരനാകാതെ, സ്നേഹിക്കാൻ കഴിയുമോ നന്നായി സ്നേഹിച്ചോളണം. മാസം തോറും നടക്കുന്ന ഈ ദിക്റിന്റെ മജ്ലിസുകൾ മുഅ്മിനീങ്ങളെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു സ്ഥലത്ത് ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലില്ലാഹി മലായികത്തുസ് സയ്യാഹീൻ, അല്ലാഹുവിനെ സയ്യാഹീങ്ങളായ മലക്കുകളുണ്ട്. അവരെ പണി എന്താണ്? യതുലുബൂന ഹിലഖുദ്ദിക്രി, ദിക്റിന്റെ മജ്ലിസുകൾ തേടി പോവുകയാണ്. അവര് ദിക്റിന്റെ മജ്ലിസുകൾ തേടി പോവുകയാണ്. ഉജ്റയിൽ ദിക്റിന്റെ മജ്ലിസ് ഉണ്ടോ? ബെൽത്തങ്ങടിയിലുണ്ടോ? ചാർമാടിയിലുണ്ടോ? മറ്റുള്ള നാടുകളിലുണ്ടോ? തേടി തേടി പോവുകയാണ് അവര്. അങ്ങനെ ഒരു മജ്ലിസ് അവർക്ക് കിട്ടിപ്പോയാൽ ഈ മജ്ലിസ് മുഴുവനും അവരെ ചിറകുകളെ കൊണ്ട് പൊതിയുമത്രേ. പൊതിയുമ്പോൾ ഇതിന്റെ സവാബുകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി പടച്ചവന്റെ ഹദ്റത്തിൽ വെച്ച് പറയും, റബ്ബേ, നിന്റെ അടിമകൾ ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നുണ്ട്, നിങ്ങൾ അവരിങ്ങനെ സ്വലാത്തിന്റെ മജ്ലിസിൽ അവർ ഇരിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ അവർ തഹ്ലീൽ ചൊല്ലുന്നുണ്ട്, അല്ലെങ്കിൽ നിന്റെ ഹബീബിന്റെ സ്വലാത്തുകൾ അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കുമത്രേ, എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? അവർ ഇന്നാലിന്ന കാര്യങ്ങൾ അവർ സ്വർഗം ചോദിക്കുന്നു റബ്ബേ. ഹദീസിൽ പറയുകയാണ്, അല്ലാഹുവേ, അവർ സ്വർഗം ആവശ്യപ്പെടുന്നു റബ്ബേ, അവർ സ്വർഗം ആവശ്യപ്പെടുന്നു. അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ എന്ന് അല്ലാഹുവിനോട് ചോദിക്കും. കണ്ടിട്ടില്ലെന്ന് അല്ലാഹുക്കറിയാം, കണ്ടിട്ടില്ലെന്ന് അല്ലാഹുവിനറിയാം. എന്നാലും അല്ലാഹു ചോദിക്കുന്നു, അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അവർ സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവരെ അവസ്ഥ എന്ന് ചോദിക്കുന്ന അല്ലാഹു. അവർ സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ ആ സ്വർഗത്തിനോട് അവർ മനസ്സറിഞ്ഞ് ഇഷ്ടം വെക്കുകയും ആ സ്വർഗത്തിന് വേണ്ടി നന്നായി അമലുകൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന് മലക്കുകൾ പറയും. പിന്നെ എന്തിനെ തൊട്ടാണ് അവർ കാവൽ ചോദിക്കുന്നത്? അവര് കാവൽ ചോദിക്കുന്നത് ഭയാനകരമായ നരകത്തെ തൊട്ടാണ് റബ്ബേ. നിന്റെ ഭയാനകമാകുന്ന നരകത്തെ തൊട്ടാണ് അവർ കാവൽ ചോദിക്കുന്നത്. അല്ലാഹു ചോദിക്കുന്നു, അവര് നരകത്തെ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയുന്നു, അവര് കണ്ടിട്ടില്ല. ഇനി എങ്ങാനും നരകത്തെ അവര് കണ്ടിരുന്നുവെങ്കിൽ മലക്കുകൾ പറയുന്നു, നരകത്തെ അവര് കണ്ടാൽ അവര് നരകത്തെ തൊട്ട് ദൂരെയാകാൻ ആവശ്യമായ അമലുകൾ എങ്ങനെ ജീവിതത്തിൽ പകർത്തുമായിരുന്നു. പിന്നെ അല്ലാഹു തആല പറയുന്നു, ആ മജ്ലിസിൽ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ആവശ്യപ്പെടുന്നത് എന്താണ്? എല്ലാം അവർക്ക് നൽകപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാം അവർക്ക് നൽകപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ജോലിയാണോ നിങ്ങളെ പ്രശ്നോ? മറ്റുള്ളതാണോ നിങ്ങളെ പ്രശ്നോ? പാസ്പോർട്ടാണോ നിങ്ങളെ പ്രശ്നോ? മറ്റുള്ള കുട്ടികളെ പഠനമാണോ നിങ്ങളെ പ്രശ്നോ? അല്ലെങ്കിൽ ഭാര്യയുടെ രോഗമാണോ നിങ്ങളെ പ്രശ്നോ? അല്ലെങ്കിൽ ഉമ്മയുടെ രോഗമാണോ നിങ്ങളെ പ്രശ്നോ? സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന ഉള്ളിന്റെ ഉള്ളിൽ നീറിക്കളിക്കുന്ന പ്രശ്നങ്ങളാണോ നിങ്ങൾ ഓരോ ചോദ്യങ്ങളാണെങ്കിലും ആ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നെ ചോദിക്കുന്നു മലക്കുകൾ, അല്ലാഹുവേ, ആ മജ്ലിസിൽ ഒരാളുണ്ട്, പക്ഷെ ആൾ ദിക്ർ ചെല്ലാൻ വന്ന ആളല്ല. ചില മജ്ലിസൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. ആര്? മൈക്കൻ്റെ ആളുകൾ. ഈ മൈക്കൻ്റെ ആളല്ല. ഇത് സൊഫാനസ, ഞങ്ങൾക്കറിയാം. ഈ മൈക്കൻ്റെ ആളല്ല. അങ്ങനെ മൈക്കൻ്റെ കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് ദിക്റും ഒന്നും വേണ്ട. അവർ പാസ് കൂട്ടാനും ട്രബിൾ കുറക്കാനും എക്കോ കൂട്ടാനും റിപ്പീറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാൻ അവർ വരുന്നത്. അവർക്ക് എന്താണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറയുന്നു, ഹും ഖൗമുൻ ലാ യസ്നാ ജലീസുഹും. ദിക്ർ ചൊല്ലുന്ന മജ്ലിസിൽ ഇരുന്നാൽ തന്നെ ആ കൂലി കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും അവരും പരാജയപ്പെടില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ നിലക്കുള്ള മജ്ലിസുകൾ ഓരോ മാസവും ബഹുമാനപ്പെട്ട ഉജറത്തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുമ്പോൾ ആ നാട്ടിലുള്ള ആളുകളെ കൊണ്ടുവരൽ ഞങ്ങളെ ബാധ്യതയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ സമയം നീണ്ടുപോകും. അല്ലാഹു തആല ഞങ്ങളെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഞങ്ങളെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഇൽമിന്റെ അഹ്ലുകാർക്ക് നന്നായി സഹായിക്കാനും സഹകരിക്കാനും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള സമ്പത്ത് നൽകണേ അല്ലാ. അതിനുള്ള കാര്യങ്ങൾ വത്താശകൾ ചെയ്തു കൊടുക്കാനുള്ള ഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അഹ്ലു സുഫയുടെ ആളുകളെ ചരിത്രം മഹാന്മാര് പറയുന്നു. ആരാണ് അഹ്ലു സുഫന്റെ ആളുകൾ? അഹ്ലു സുഫന്റെ ആളുകൾ മുതഅല്ലിമീങ്ങളാണ്. റസൂലുള്ളാഹി തങ്ങളെ കാലത്ത് മുതഅല്ലിമീങ്ങൾ. അവരെ ലീഡർ ആരാണ്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അഹ്ലു സുഫ എന്ന് പറയുന്ന ഒരു പ്രത്യേക മുതഅല്ലിമീങ്ങളെ ലീഡർ. റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ വിളിച്ച് പറയും, 2 മുതഅല്ലിമീങ്ങളെ സുഫത്തിന്റെ അഹ്ലുകാരെ നിങ്ങൾ കൊണ്ടുപോകണം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാനെ വിളിച്ച് പറയും, നിങ്ങൾ രണ്ടാളുകളെ കൊണ്ടുപോകണം. അങ്ങനെ ഓരോ ആളുകളെ വിളിച്ച് ഇങ്ങനെ പറയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ. അങ്ങനെ ഓരോ ആളുകളെ കൊണ്ടുപോകണം. അങ്ങനെയാണ് അവർ ഭക്ഷണം കഴിച്ചത്. ഈ അഹ്ലു സുഫയുടെ ആളുകൾക്ക് യുദ്ധമില്ല, വേറെ ഒരു വിഷയങ്ങളുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കലും ഹദീസുകൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കലും അതിലിങ്ങനെ ഗവേഷണം നടത്തലാണ് അവരെ പണി എന്ന് മഹാന്മാർ ഞങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാനില്ലാതെ വിശന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഒരു റോഡിന്റെ അരികിൽ ഇങ്ങനെ നടന്നു വരുന്നു. അബൂ ഹുറൈറയോട് ചോദിക്കുന്നു, എന്താണ് അബൂ ഹുറൈറ ഇവിടെ നിൽക്കുന്നത്? റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, നബിയെ നല്ല വിശപ്പുണ്ട്, ആ വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ പുറത്തിറങ്ങിയത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, പോര് അബൂ ഹുറൈറ, എൻ്റെ കൂടെ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. മസ്ജിദുൻ നബവിയിൽ എത്തിയപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ഒരു ഗ്ലാസ് പാൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. 70ഓളം സ്വഹാബത്ത് ഇങ്ങനെ വരിയായിരിക്കുന്നു. അവരെല്ലാം ഇൽമ കേൾക്കാൻ വന്നതാണ്. ഇൽമ കേൾക്കാൻ വന്ന സ്വഹാബികളും ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളും കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വിശന്ന് വന്ന അബൂ ഹുറൈറ തങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഒരു ഗ്ലാസ് പാൽ എടുത്തു കൊടുത്തു. ഓ അബൂ ഹുറൈറ, ഈ പാലിന്റെ ഗ്ലാസ് നീ പിടിച്ച് എന്ത് ചെയ്യണം? ഇരിക്കുന്ന 70ഓളം സ്വഹാബികൾക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ടു കൊടുക്കണോ? എന്താണ് അവസ്ഥ? താൻ ബഹുമാനപ്പെട്ടവര് വന്നത് തന്നെ നന്നായി വിശന്നിട്ടാണ്. പാല് എത്ര ഉള്ളൂ? ഒരു ഗ്ലാസ് പാല് എത്ര ആളുകൾക്ക് കൊടുക്കണോ? 70 ആളുകൾക്ക് ഒരു ഗ്ലാസ് പാല് കൊടുക്കണോ? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ യാതൊരു ആശങ്കയും ഒരു സംശയമില്ലാതെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ 70 ആളുകൾക്കും ആ ഗ്ലാസ്സിലുള്ള പാലിങ്ങനെ കൊടുത്തു. പക്ഷേ ആ ഗ്ലാസ്സിലുള്ള പാല് തീരുന്നില്ല. അവസാനം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളെ മുമ്പിലേക്ക് തടുപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവര് വീണ്ടും കുടിച്ചു. വയറ് നിറയെ കുടിച്ചപ്പോൾ അപ്പോഴും ആ ഗ്ലാസ്സിലുള്ള പാല് തീരുന്നില്ല. ക്യൂ ജനാബേ അബൂ ഹുറൈറ कैसा था वो जाम शीर जिसने 70 साहिबों का दूध से मुंह फिर गया. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 70ഓളം വരുന്ന സ്വഹാബികളും അവരെ കൂടെയുള്ളവരും എല്ലാവരും ആ പാല് കുടിച്ചിട്ടും ആ ഗ്ലാസ്സിലുള്ള പാല് തീർന്നിട്ടില്ല. അൽഹംദുലില്ലാഹ്. നിങ്ങളെ മജ്ലിസിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദുന മൽജ തങ്ങൾ അവരുകൾ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമായ ഇൽമുകളൊക്കെ അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഇതെല്ലാം ആദ്യം മനസ്സിൽ തട്ടി
നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ, ആദ്യം പ്രവർത്തിച്ച് പ്രചരിപ്പിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന ഉജരതങ്ങളടക്കമുള്ള ഞങ്ങളെ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ എല്ലാവർക്കും അല്ലാഹുവേ നീ ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇനിയും അവരെ തണൽ ആസ്വദിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന വസിയത്തോടു കൂടെ എൻ്റെ സംസാരം ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൽജ് ദിക്ർ സ്വലാത്ത് മജ്ലിസിൽ സ്വാഗതം ആശംസിക്കുന്നു ഷെരീഫ് ബർക്കള, ദ മാനേജർ ഇൻ ചാർജ് ഓഫ് മൽജ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റി സെന്റർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಸಯ್ಯದ್ ಉಜಿರತಂಗಳ ಉಸ್ತಾದ್ ಸಹಿತ ಇರುವಂತಹ ಕನ್ಯಾತೀತ ಗೌರವಾನ್ವಿತ ಅತಿಥಿಗಳು, ಮುಂಭಾಗದಲ್ಲಿ ಆಸೀನರಾಗಿರುವಂತಹ ಸಹ ಕಾರ್ಯಕರ್ತರು, ನಾವಿಲ್ಲಿ ಸೇರಿರುವ ಹಾಗೆ ಜನ್ನಾತು ನഈಮ್ ಎಂಬ ಸುಖಲೋಕ ಸ್ವರ್ಗದಲ್ಲಿ ಅಲ್ಲಾಹ್